അല്ലാഹു തആല പരിശുദ്ധ ഖുർആനിലൂടെ നമ്മോട് പഠിപ്പിക്കുന്നുണ്ട്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. യൗമ യഅതി ലാ തകല്ലമു നഫ്സുൻ ഇല്ലാ ബിഇദ്നിഹി ഫമിൻഹും ശഖിയ്യുൻ വസഈദ്. നാളെ അല്ലാഹുവിന്റെ പാരത്രികമായ ലോകത്ത് അല്ലാഹുവിന്റെ സമ്മതം കൂടാതെ, അല്ലാഹുവിന്റെ സമ്മതമില്ലാതെ ഒരാൾക്കും സംസാരിക്കാൻ കഴിയാത്ത ഒരു കാലം വരാനുണ്ട്. اليوم نختم على أفواههم وتكلمنا أيديهم وتشهد أرجلهم بما كانوا يكسبون. അന്ന് നമ്മുടെ ചുണ്ടുകൾക്ക് അല്ലാഹു സീൽ വെക്കുകയും നമ്മുടെ കൈകൾ അല്ലാഹുവിനോട് സംസാരിക്കുകയും കാലുകൾ ഈ പറഞ്ഞതിനെല്ലാം സാക്ഷി നിൽക്കുകയും ചെയ്യുന്ന ഒരു കാലം നമ്മൾക്കറിയാം. ചുണ്ടുകൾക്ക് അല്ലാഹു സീൽ വെച്ച് പൂട്ടിയിടുകയാണ്. അല്ലാഹുവിന്റെ സമ്മതമില്ലാതെ ഒരാൾക്കും സംസാരിക്കാൻ കഴിയാത്ത ലോകമാണത്. അല്ലാഹു പറയുന്നുണ്ട്, യൗമ യഅതി ലാ തകല്ലമു നഫ്സുൻ ഇല്ലാ ബിഇദ്നിഹി. അല്ലാഹുവിന്റെ സമ്മതമില്ലാതെ ഒരാൾക്കും ഒരു വാക്ക് പോലും സംസാരിക്കാൻ കഴിയില്ല. ഇന്ന് നമ്മൾ യാതൊരു നിയന്ത്രണമില്ലാതെ നമ്മുടെ വായിൽ തോന്നുന്നതൊക്കെ വിളിച്ചു പറയാറുണ്ട്. മറ്റുള്ളവരെ ആരോപിക്കുമ്പോഴും കുറ്റം പറയുമ്പോഴും യാതൊരു ചിന്തയോ ശ്രദ്ധയോ നമ്മൾക്കില്ല. وما يلفظ من قول إلا لديه رقيب عتيد. നമ്മളൊരു വാക്ക് പറയുമ്പോൾ നമ്മുടെ മുമ്പിൽ റഖീബും അതീദും ഉണ്ട് എന്നൊരു ചിന്ത നമ്മൾക്കുണ്ടാവണം. ഒരു വാക്ക് പറയുമ്പോൾ അതൊക്കെ എഴുതി വെക്കാനും അതൊക്കെ രേഖപ്പെടുത്താനും അല്ലാഹു നിശ്ചയിച്ച മാലാഖമാരുണ്ട് എന്നുള്ള ബോധം നമ്മൾക്കുണ്ടാവണം. ഇതിനെയൊക്കെ അല്ലാഹു നാളെ ചോദ്യം ചെയ്യുമെന്നുള്ള ബോധവും നമ്മൾക്കുണ്ടാവണം. ഇന്ന സമഅ والبصر والفؤاد كل أولئك كان عنه مسؤولا. നമ്മുടെ സംസാരം, നമ്മുടെ കേൾവി, നമ്മുടെ കാഴ്ച, നമ്മുടെ ഹൃദയത്തിലുള്ള ചിന്തകൾ എല്ലാം അല്ലാഹു നാളെ വ്യക്തമായി ചോദ്യം ചെയ്യും. ആ സമയത്ത് ഇതിന് മറുപടി പറയാതെ ഒരാൾക്കും രക്ഷപ്പെടാൻ കഴിയില്ല എന്ന് അല്ലാഹു പറയുമ്പോ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുകയാണ്, അല്ലാഹുവിന്റെ സമ്മതമില്ലാതെ ഒരാൾക്കും സംസാരിക്കാൻ കഴിയാത്ത ഒരു ലോകം നമ്മളുടെ അടുത്തേക്ക് വരാനുണ്ട്. അവിടെ രണ്ട് വിഭാഗം ആളുകളാണുള്ളത്. ഫമിൻഹും ശഖിയ്യുൻ വസഈദ്. അവിടെ വിജയിയുണ്ട്, അവിടെ പരാജിതനുണ്ട്. ശഖിയ് എന്ന് പറഞ്ഞാൽ പരാജയപ്പെട്ടു പോയവൻ, സഈദ് എന്ന് പറഞ്ഞാൽ വിജയിച്ചവൻ. വിജയിയുണ്ട്, പരാജിതനുണ്ട്. നമ്മളൊക്കെ ആഗ്രഹിക്കുന്നത് വിജയിക്കാനാണ്, പരാജയപ്പെടാനല്ല. ദുനിയാവിലും ആഖിറത്തിലും വിജയിക്കണമെന്ന് ആഗ്രഹിക്കുന്ന പ്രാർത്ഥിക്കുന്നവരാണ് നമ്മളൊക്കെ. റബ്ബനാ ആതിനാ ഫിദ്ദുനിയാ ഹസനതൻ വഫിൽ ആഖിറതി ഹസനതൻ വഖിനാ അദാബന്നാർ. അല്ലാഹുവേ, ദുനിയാവിലും ആഖിറത്തിലും നീ ഞങ്ങൾക്ക് വിജയം താ അല്ലാഹ്. നമ്മുടെ പ്രാർത്ഥനയാണ്. ദുനിയാവിലും വിജയം വേണം, ആഖിറത്തിലും വിജയം വേണം. ചില ആളുകൾ ദുനിയാവ് മാത്രം ചോദിക്കുന്നവരുണ്ട്. ജനങ്ങളിൽ ചില ആളുകൾ അവർ ദുആ ചെയ്യുന്നുണ്ട്, റബ്ബനാ ആതിനാ ഫിദ്ദുനിയാ ഹസന. അല്ലാഹുവേ, എന്റെ ദുനിയാവ് നീ ഉഷാറാക്കണം റബ്ബേ, എന്റെ ദുനിയാവ് നീ വിജയത്തിലാക്കണം അല്ലാഹ് എന്നിങ്ങനെ ദുനിയാവിന് വേണ്ടി മാത്രം ദുആ ചെയ്യുന്ന ആളുകളുണ്ട്, പ്രാർത്ഥിക്കുന്ന ആളുകളുണ്ട്. അല്ലാഹു പറയാണ്, അത്തരം ആളുകൾക്ക് ആഖിറത്തിൽ യാതൊരു സ്ഥാനമില്ല, അല്ലാഹു അവരെ പരിഗണിക്കുകയേ ഇല്ല എന്ന്. വമാ ലഹു ഫിൽ ആഖിറതി മിൻ ഖലാഖ്. അല്ലാഹു അവരെ ശ്രദ്ധിക്കുകയേ ഇല്ല എന്ന് പരിശുദ്ധ ഖുർആൻ. എന്നാൽ ജനങ്ങളിൽ ചില ആളുകൾ വമിനൻ നാസി മൻ യഖൂൽ ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. الله ദുനിയാവിലും ആഖിറത്തിലും വിജയം താ അല്ലാഹ്. ഈ ദുആ ചെയ്യുന്ന ആളുകൾക്ക് അല്ലാഹു ആഖിറത്തിലും ദുനിയാവിലും അതിന്റെ ഓഹരി നൽകുമെന്ന് പരിശുദ്ധ ഖുർആൻ നമ്മോട് പഠിപ്പിക്കുന്നുണ്ട്. അതുകൊണ്ട് നമ്മൾ എന്ത് ദുആ ചെയ്യണം? അല്ലാഹുവിനെ ദുനിയാവിലും വിജയത്തിലാക്കുക, ആഖിറത്തിലും വിജയത്തിലാക്കുക. ആഖിറത്തിൽ മാത്രം വിജയത്തിലാക്കി ദുനിയാവിൽ ഒരുപാട് കഷ്ടപ്പെട്ടിട്ട് കാര്യമുണ്ടോ? ദുനിയാവ് വളരെ പ്രയാസം. എങ്ങനെയൊക്കെ തട്ടിമുട്ടി ജീവിച്ച് ആഖിറത്തിൽ രക്ഷപ്പെടും. ആഖിറത്തിൽ വലിയ ഉപകാരമാണ്. നമ്മൾക്ക് രണ്ട് സ്ഥലത്തും വിജയിച്ചാൽ അത് വലിയ നേട്ടമല്ലേ? ഇവിടെയും ഖൈർ, അവിടെയും ഖൈർ, വലിയ സുഖമല്ലേ? ഇവിടെ പ്രയാസപ്പെട്ടാൽ അവിടെ രക്ഷപ്പെടുമെന്ന് ഉറപ്പാണ്. ഇവിടെ അല്ലാഹുവിന് വേണ്ടി നമ്മുടെ വിലപ്പെട്ട സമയങ്ങളെ അല്ലാഹുവിന് വേണ്ടി ചെലവഴിക്കാൻ നമ്മൾ തയ്യാറായാൽ
അവിടെ വിജയിക്കുമെന്ന് ഉറപ്പ് തന്നെയാണ്. എന്നാൽ ദുനിയാവിലും വിജയം ആഖിറത്തിലും വിജയം, രണ്ട് ലോകത്തും ഇരു ലോകത്തും വിജയിച്ചാൽ അതല്ലേ നമ്മൾക്ക് ഖൈർ. അതുകൊണ്ട് അല്ലാഹുവിനോട് ദുനിയാവിലും ആഖിറത്തിലും വിജയിക്കാൻ വേണ്ടി നമ്മൾക്ക് ദുആ ചെയ്യാം. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. വല്ലദീന ഹും ബിസ്സകാത്തി ഫാഇലൂൻ. സകാത്തിന്റെ കാര്യം പറയുമ്പോൾ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നത് സകാത്ത് ചെയ്യുന്ന ആളുകൾ എന്ന്. അഥവാ ഒരുപാട് ബിസിനസ്സുകൾ നടത്തി സമ്പാദ്യങ്ങൾ ഉണ്ടാക്കണമെന്നാണ് ഇസ്ലാം പറയുന്നത്. സകാത്ത് ഉള്ളതിൽ നിന്ന് കൊടുക്കണമെന്നില്ല. സകാത്ത് ഒരുപാട് അധ്വാനിച്ച് ബിസിനസ് നടത്തി സമ്പാദ്യങ്ങൾ ഒരുമിച്ച് കൂട്ടി അതിൽ നിന്ന് പാവപ്പെട്ടവർക്ക് സകാത്ത് കൊടുക്കണം. അത് ഖൈറല്ലേ? അത് ഖൈറല്ലേ? പൈസ വാങ്ങാൻ ആഗ്രഹിക്കേണ്ട, പൈസ വരട്ടെ. അള്ളാഹു നമുക്ക് ഇഷ്ടം പോലെ മുതൽ തരട്ടെ. എന്തിപ്പോ തന്നാൽ പ്രശ്നം? അത് ഖൽബിലേക്ക് കയറ്റാതെ നമ്മുടെ കൈകളിൽ വെക്കാൻ നമ്മൾക്ക് കഴിയണം. സമ്പത്ത് ഖൽബിലേക്ക് കയറ്റിയവൻ കൊടുക്കാൻ മടിയന്മാരായിരിക്കും, അവര് കൊടുക്കൂല. ഹൃദയത്തിലേക്ക് കയറ്റാൻ നമ്മുടെ കൈകളിൽ വെക്കാം. എന്നിട്ട് സകാത്ത് കണക്കെടുത്ത് വളരെ കൃത്യമായി ആളുകൾക്ക് നൽകാൻ നമ്മൾ തയ്യാറാവണം. എനിക്കറിയാം, വലിയൊരു കോടീശ്വരൻ നമ്മുടെ വടകര ഭാഗത്താണ്. ഒരു 100 കണക്കിനൊക്കെ കോടി ആസ്തിയുള്ള ആളാണ്. 2 ഹുദവിമാരാണ് അവരുടെ അടുത്ത് സകാത്ത് കണക്കാക്കാൻ വേണ്ടി മാത്രം നിശ്ചയിച്ചിട്ടുള്ളത്. 2 ഹുദവിമാർ, എന്റെ കൂടെ എന്റെ ബാച്ചിൽ പഠിച്ച 2 ഹുദവിമാർ അവരുടെ സകാത്ത് കണക്കെടുക്കാൻ, അവരുടെ വരുമാനം സകാത്ത് കണക്കെടുക്കുക, എന്നിട്ട് സകാത്തിന്റെ അവകാശികൾ എവിടെയുണ്ട് എന്ന് നോക്കുക, എന്നിട്ട് സകാത്തിന്റെ മുതൽ അവരെ കൊണ്ടുപോയി കൊടുക്കുക. നമ്മൾ ഈ കൊടുക്കുന്ന പൈസക്ക് സകാത്തിന്റെ അവകാശികളും ആവണ്ടേ? അപ്പൊ അതുകൊണ്ട് സകാത്തിന്റെ അവകാശികളെ കണ്ടെത്തി ഇവരുടെ വരുമാനം മുഴുവനും കണക്കെടുത്തതിന് ഇത്ര ശതമാനം സകാത്ത് കൊടുക്കാൻ വേണ്ടി മാത്രം നിയമിച്ച ഹുദവിമാർ. ഇതേപോലെ സമ്പത്ത് ഒരുപാടുണ്ടാക്കി നമ്മൾക്ക് പാവങ്ങളെ സഹായിക്കാൻ വേണ്ടി ഉപയോഗിക്കാം. സമ്പത്ത് വേണ്ട എന്ന് പറഞ്ഞ് മാറി നിൽക്കാൻ, സമ്പത്ത് ഉണ്ടായിക്കോട്ടെ, അത് ഹൃദയത്തിലേക്ക് കടത്തിയില്ലെങ്കിൽ മതി. 2 വിഭാഗം ആളുകളാണ് നാളെ ഉണ്ടാവുക. ഒന്ന് വിജയികളും 2 പരാജിതരും. ഇനി പരാജിതരെ കുറിച്ച് അല്ലാഹു പറയുന്നുണ്ട്. فَأَمَّا الَّذِينَ شَقُوا فَفِي النَّارِ لَهُمْ فِيهَا زَفِيرٌ وَشَهِيقٌ خَالِدِينَ فِيهَا مَا دَامَتِ السَّمَاوَاتُ وَالْأَرْضُ إِلَّا مَا شَاءَ رَبُّكَ إِنَّ رَبَّكَ فَعَّالٌ لِمَا يُرِيدُ. ജനങ്ങൾ 2 വിഭാഗമാണ്. പരാജയപ്പെട്ടു പോയ ആളുകൾ, അവർ ആർപ്പുവിളികളുള്ള, പൊട്ടിക്കരച്ചിലുകളുള്ള, വളരെ ദയനീയമായ ലോകത്ത്, നരകലോകത്താണ് അവർ. ഖാലിദീന ഫീഹാ, അവർ ആ നരകത്തിൽ ശാശ്വതരാണ്, രക്ഷപ്പെടാൻ അവർക്ക് കഴിയില്ല. ഖാലിദീന ഫീഹാ, അവർ ശാശ്വതരാണ് അവിടെ. മാദാമതിസ് സമാവാതു വൽ അർദ്, ആകാശവും ഭൂമിയും നിലനിൽക്കുന്ന കാലത്തോളം, ആകാശം എത്ര കാലം ഇവിടെ നിലനിൽക്കുമോ അത്രയും കാലം, ഭൂമി എത്ര കാലം നിലനിൽക്കുമോ അത്രയും കാലം അവർ നരകത്തിൽ ശാശ്വതരാണ്, രക്ഷപ്പെടാൻ കഴിയില്ല. അല്ലാഹുവിന്റെ ഹബീബായ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നാളെ മഹ്ശറ ലോകത്ത് എല്ലാവരും ചൂടുകൊണ്ട് സഹിക്കാൻ കഴിയാതെ രക്ഷപ്പെടാൻ വേണ്ടി യൗമ യഫറുൽ മർഉ മിൻ അഖീഹി വ ഉമ്മിഹി വ അബീഹി, ഇങ്ങനെ പോയാൽ ശരിയാവില്ല. യൗമ യഫറുൽ മർഉ മിൻ അഖീഹി വ ഉമ്മിഹി വ അബീഹി വ സാഹിബതിഹി വ ബനീഹി. ഉമ്മയിൽ നിന്ന്, ജ്യേഷ്ഠന്മാരിൽ നിന്ന്, മാതാപിതാക്കളിൽ നിന്ന്, കുടുംബക്കാരിൽ നിന്ന് എല്ലാവരും നെട്ടോട്ടമോടുന്ന ഒരു സമയം അല്ലാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്കും മഹാന്മാരായ പ്രവാചകന്മാർക്കും അല്ലാഹു തആല പ്രത്യേകമായ ഒരു ഇരിപ്പിടം ഒരുക്കുന്നുണ്ട്. മനാബിറ മിൻ ദഹബ്, സ്വർണ്ണച്ചാലുള്ള ഒരു ഇരിപ്പിടം, സ്വർണ്ണച്ചാലുള്ള ഒരു മിമ്പർ അല്ലാഹു റബ്ബ് സുബ്ഹാനഹു വ തആല മഹാന്മാരായ പ്രവാചകന്മാർക്ക് വേണ്ടി ഒരുക്കി വെക്കുന്നുണ്ട്. എല്ലാ പ്രവാചകന്മാരും അവരവരുടെ ഇരിപ്പിടത്തിൽ കയറുമ്പോൾ അല്ലാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ മാത്രം തന്റെ ഇരിപ്പിടത്തിൽ കയറാതെ മാറി നിൽക്കുകയാണ്. അർശിന്റെ താഴെ, അർശിന്റെ താഴെ തന്റെ ഇരിപ്പിടത്തിൽ കയറാതെ അല്ലാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ മാറി നിൽക്കുകയാണ്. പരിശുദ്ധ ഹബീബിന്റെ ഇരിപ്പിടം അവിടെ ഖാലിയാണ്, ആരും അവിടെ കയറിയിരുന്നിട്ടില്ല.
ആദം നബി അലൈഹിസ്സലാം കയറിയിരുന്നു. മഹാന്മാരായ പ്രവാചകന്മാർ നൂഹ് നബിയെ പോലെ, ഈസാ നബിയെ പോലെ, മൂസാ നബിയെ പോലെയുള്ള പ്രഗൽഭരായ പ്രവാചകന്മാർ 1,00,000 ചില്ലാനും പ്രവാചകന്മാർ അവരവരുടെ ഇരിപ്പിടത്തിൽ കയറിയിരുന്നു. അല്ലാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ മാത്രം കയറിയിരുന്നില്ല. അപ്പോഴാണ് അല്ലാഹു ചോദിക്കുന്നത്, യാ മുഹമ്മദ്, മുഹമ്മദേ, എന്തേ നിങ്ങളുടെ ഈ ഇരിപ്പിടത്തിൽ കയറിയിരിക്കാത്തത്? എന്താ നിങ്ങൾക്ക് ആവശ്യം? അപ്പോഴാണ് അല്ലാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞത്, ഞാൻ എന്റെ ഇരിപ്പിടത്തിൽ കയറാത്തത് സ്വർണ്ണത്താൽ അല്ലാഹു ഒരുക്കി വെച്ച ആ സിംഹാസനത്തിൽ ഞാൻ കയറാത്തത്, ഞാൻ അവിടെ കയറിയാൽ അല്ലാഹു റബ്ബ് സുബ്ഹാനഹു വ തആല എന്നെ നേരെ സ്വർഗ്ഗത്തിലേക്ക് കൊണ്ടുപോകുമോ എന്ന പേടിയോടെയാണ്. ഞാൻ ആ കസേരയിൽ, ആ സിംഹാസനത്തിൽ കയറിയിരുന്നാൽ അല്ലാഹു എന്നെ നേരെ സ്വർഗ്ഗത്തിലേക്ക് കൊണ്ടുപോകുമോ എന്ന പേടി, ആ പേടി കാരണത്താലാണ് ഞാൻ എന്റെ സിംഹാസനത്തിൽ കയറാത്തത്. സ്വർഗ്ഗത്തിൽ കൊണ്ടുപോകുന്നതിന് എന്തിനാ പേടിക്കുന്നത്? സന്തോഷല്ലേ? സ്വർഗ്ഗത്തിൽ പോകാനല്ലേ നമ്മളൊക്കെ ആഗ്രഹിക്കുന്നത്. പിന്നെ എന്തിനാ പേടിക്കുന്നത്? എന്തിനാ പേടിച്ചത്? എന്തിനാ സ്വർഗ്ഗത്തിലേക്ക് പോകുന്നതിന് പേടിച്ചത്? ഞാൻ സ്വർഗ്ഗത്തിലെത്തിയാൽ ഇവിടെ ഒരു ദിവസം തന്നെ 50,000 വർഷത്തിന്റെ ദൈർഘ്യമുള്ള ഭയാനകമായ ഈ മഹ്ശറാ ലോകത്ത് എന്റെ സമുദായം അനാഥരാകുമല്ലോ എന്ന പേടിയാണ്. ഞാൻ പോയാൽ എന്റെ ഉമ്മത്തിന്റെ കാര്യം ആരാ നോക്കുക? എന്റെ ഉമ്മത്തിനെ ആരാണ് നിയന്ത്രിക്കുക? എന്റെ ഉമ്മത്ത് ഈ ശക്തമായ ചുട്ടുകൊള്ളുന്ന മഹ്ശറാ ലോകത്ത് പ്രയാസപ്പെടുമ്പോൾ ആരാണ് അവർക്ക് വേണ്ടി റെക്കമെൻഡ് ചെയ്യുക? ആരാണ് അവർക്ക് വേണ്ടി ശഫാഅത്ത് ചെയ്യുക? ആരാണ് അവർക്ക് വേണ്ടി അല്ലാഹുവിനോട് നിരന്തരമായി ആവശ്യപ്പെടുക, ശുപാർശ ചെയ്യുക? എന്നെ ഈ സ്വർഗ്ഗത്തിലേക്ക് കൊണ്ടുപോകുമോ എന്ന് പേടിയാൽ ഞാൻ കയറിയില്ല. ഞാൻ പറയാൻ തുടങ്ങി, ഉമ്മച്ചി, ഉമ്മച്ചി, എന്റെ സമുദായമേ, എന്റെ സമുദായമേ. ഈ ഹബീബിനെ മനസ്സിലാക്കണം നമ്മൾ. നമ്മൾക്ക് വേണ്ടി ജീവിതം മാറ്റിവെച്ച് സ്വർഗത്തിലേക്ക് പോകാനുള്ള അവസരം അള്ളാഹു നൽകുമ്പോൾ അത് സ്വീകരിക്കാതെ ഉമ്മത്തിനെ കുറിച്ച് ഓർത്തുപോയ പരിശുദ്ധ റസൂലുള്ളാഹ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് തൃപ്തികരമായ രീതിയിലാണോ നമ്മൾ ഇവിടെ ജീവിക്കുന്നത്? നമ്മുടെ പ്രവർത്തനങ്ങൾ കണ്ട് അള്ളാഹുവിന്റെ ഹബീബ് സന്തോഷിക്കുമോ? നമ്മുടെ പ്രവർത്തനങ്ങൾ കണ്ട് എന്റെ ഹബീബിന് ദുഃഖമാണോ ഉണ്ടാവുക, അല്ല സന്തോഷമാണോ? ആലോചിക്കേണ്ട വിഷയമാണ്. നമ്മളൊരു കാര്യം ചെയ്യുമ്പോ നമ്മളിവിടെ പ്രവർത്തിക്കുന്നത് പരിശുദ്ധ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞതുപോലെയാണോ? ഇതൊക്കെ പരിശുദ്ധ ഹബീബ് റൗളയിൽ നിന്ന് കാണുമ്പോ ഹബീബിനെ വേദനിക്കൂലേ? അതുകൊണ്ട് എന്റെ ഹബീബിന് ഇഷ്ടമില്ലാത്തത് ഞാൻ ചെയ്യൂല എന്ന ഒരു പ്രതിജ്ഞ എടുക്കാൻ നമ്മൾക്ക് കഴിയണം. എന്റെ ഹബീബ് കാണുമ്പോ എന്റെ ഹബീബിന് ഇഷ്ടമില്ലാത്തത്, എന്റെ ഹബീബ് കാണാൻ ആഗ്രഹിക്കാത്തത് എന്റെ ഹബീബ് ചെയ്യരുത് എന്ന് പറഞ്ഞത് ഞാൻ ചെയ്യില്ല. കാരണം നാളെ എല്ലാ പ്രവാചകന്മാരും അവരവരുടെ സമുദായത്തെ മറന്ന് അവരവരുടെ മിമ്പറിൽ സിംഹാസനത്തിൽ കയറിയിരുന്നപ്പോ എന്റെ ഹബീബ് മാത്രം എന്നെ ഓർത്ത് സിംഹാസനത്തിൽ കയറിയില്ലല്ലോ. എന്നെ ഓർത്ത് സിംഹാസനത്തിൽ കയറാതെ അള്ളാഹു ചോദിച്ചു, എന്റെ ഉമ്മത്തിനെ വിളിക്കുന്നത്? അപ്പോഴാണ് അള്ളാഹു തആലയോട് പരിശുദ്ധ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നത്, അല്ലാഹുവേ, അല്ലാഹുവേ, എന്റെ ഉമ്മത്തിനെ നീ ഒരു തീരുമാനം ഇവിടെ എടുക്കണം അല്ലാ. ഇങ്ങനെ ഈ വെയിലത്തിട്ട് പൊരിക്കല്ല റബ്ബേ, എന്റെ ഉമ്മത്തിന് നീ ഒരു തീരുമാനം ഇവിടെ എടുക്കണം അല്ലാ. അപ്പോഴാണ് അല്ലാഹു തആല വളരെ വേഗത്തിൽ ഹിസാബ് തീർക്കുന്നത്, വളരെ വേഗത്തിൽ. എന്നിട്ട് മുസ്ലിമീങ്ങളിൽ നല്ലവരെ ഹിസാബില്ലാതെ അല്ലാഹു സ്വർഗ്ഗത്തിൽ കൊണ്ടുപോവുകയാണ്. ചില ആളുകൾ അല്ലാഹുവിന്റെ ഹബീബിന്റെ ശഫാഅത്തിന് അർഹരായി നേരെ സ്വർഗ്ഗത്തിലേക്ക് പോവുകയാണ്. ചില ആളുകൾ വൻദോഷങ്ങൾ ചെയ്തവരാണവർ, തൗബ ചെയ്യാൻ അവർക്ക് അവസരം ലഭിച്ചില്ല. വൻദോഷങ്ങൾ ചെയ്തവരാണ്, മഹാപാപങ്ങൾ ചെയ്തവരാണ്, കള്ളു കുടിച്ചവരാണവർ. മരണത്തിന്റെ മുമ്പേ അവർ തൗബ ചെയ്തില്ല. അതേപോലെ അവർ വ്യഭിചരിച്ചവരാണ്, മരണത്തിന്റെ മുമ്പ് അവർ തൗബ ചെയ്തില്ല.
കഞ്ചാവടിച്ചവര്, നാട്ടിൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കിയവര്, ഫിത്നയുണ്ടാക്കിയവര്, ഫസാദുണ്ടാക്കിയവര്, നാട്ടിൽ തോന്നിവാസങ്ങളും ആഭാസങ്ങളും ചെയ്ത് ജീവിച്ച ആളുകൾ, മയക്കുമരുന്ന് സപ്ലൈ ചെയ്തവർ, ഡിസ്ട്രിബ്യൂട്ട് ചെയ്തവർ, അത് വാങ്ങിച്ച് കഴിച്ചവർ, കഴിക്കാൻ വേണ്ടി നിർബന്ധിപ്പിച്ചവർ, ഇങ്ങനെ എന്തൊക്കെ തോന്നിവാസങ്ങൾ ചെയ്തു, അതിനെയെല്ലാം ചെയ്ത് മരണത്തിന് മുമ്പ് തൗബ ചെയ്യാൻ അവസരമില്ലാതെ മരിച്ചുപോയൊരു വിഭാഗമുണ്ട്. അള്ളാഹുവിന്റെ ഹബീബിന്റെ ഉമ്മത്തിലെ പരിശുദ്ധ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ സമുദായത്തിലെ തൗബ ചെയ്യുന്നതിന് മുമ്പേ മരിച്ചുപോയ ചില ആളുകൾ, അഥവാ പെട്ടെന്ന് മരിച്ചുപോയ ആളുകൾ. ചെറുപ്പത്തിലെ ആളുകൾ മരിച്ചു പോവാറുണ്ടല്ലോ, വളരെ ചെറുപ്പത്തിലെ ആളുകൾ മരിച്ചു പോവാറുണ്ട്. ആക്സിഡന്റിലൂടെ, അറ്റാക്കിലൂടെ. ഉറങ്ങാൻ കിടന്നവർ പ്രഭാതത്തിൽ ഉണരാറില്ല. എത്ര മരണങ്ങളാണ് കേട്ടുകൊണ്ടിരിക്കുന്നത്. ഉപ്പളയിലല്ലേ ഒരു ഹൈന്ദവ സുഹൃത്ത് കളിച്ചുകൊണ്ടിരിക്കുമ്പോൾ കുഴഞ്ഞു വീണ് മരിച്ചത്. നമ്മുടെ നാട്ടിലല്ലേ, അല്ലേ? നമ്മുടെ നാട്ടിലല്ലേ? നമ്മുടെ നാട്ടിലാണ്. ചെറുപ്പക്കാരെ, നമ്മൾക്കതൊരു പാഠമാണ്. കളിക്കുമ്പോ, സിനിമ കാണുമ്പോ, മയക്കുമരുന്ന് ഉപയോഗിച്ച് തോന്നിവാസങ്ങൾ ചെയ്ത് തൗബ ചെയ്യുന്നതിന് മുമ്പേ ഇത്തരം ഒരു മരണം നമ്മെ പിടികൂടിയാലോ, ഇത്തരം ഒരു മരണം നമ്മെ വേട്ടയാടിയാലോ നരകം ഉറപ്പല്ലേ, നരകം ഉറപ്പല്ലയോ? ഇത്തരം ആളുകൾ നരകത്തിലേക്ക് പോകുമ്പോ അവിടെ നിന്ന് നരകത്തെ കാക്കുന്ന മലക്ക് ചോദിക്കുമത്രേ, നിങ്ങളാരാ? നിങ്ങളാരാണ്? നിങ്ങളുടെ മുഖത്ത് എന്തോ ഒരു പ്രകാശമുണ്ട്, നിങ്ങൾക്ക് എന്തോ ഒരു മാറ്റമുണ്ട്, നിങ്ങൾ ആരാണ്? ഇതിനു മുമ്പ് നരകത്തിലേക്ക് കടന്നു വന്ന ആളുകൾ, അവർക്കില്ലാത്ത എന്തോ ഒരു വ്യത്യാസം നിങ്ങൾക്കുണ്ട്. അവർക്ക് ഉമ്മത്ത് മുഹമ്മദ് എന്ന് പറയാൻ നബി തങ്ങളുടെ പേര് ഓർമ്മ വരുന്നില്ല. അപ്പോഴാണ് അവർ പറയുന്നത്, നഹ്നു മിമ്മൻ ഉൻസില ഫീഹിമുൽ ഖുർആൻ, ഞങ്ങളിലേക്കാണ് അല്ലാഹു തആല ഖുർആൻ ഇറക്കിയത്. അല്ലാഹു ഖുർആൻ ഇറക്കിയ വിഭാഗത്തിൽപ്പെട്ടവരാണ് ഞങ്ങൾ. അപ്പോൾ മഹാനായ മാലിക് അലൈഹിസ്സലാം പറയുമത്രേ, അത് തന്നെയാണ് നിങ്ങളുടെ മുഖത്തിലുള്ള ഈ മാറ്റം ഞാൻ ശ്രദ്ധിച്ചത്. നരകത്തിലേക്ക് അവരെ വലിച്ചെറിഞ്ഞ് അള്ളാഹുവിന്റെ ഹബീബും മഹാന്മാരായ സാലിഹീങ്ങളായ ആളുകളൊക്കെ നാളെ സ്വർഗത്തിലേക്ക് കടന്നു ചെല്ലുമ്പോൾ ഈ തെറ്റ് ചെയ്ത് തൗബ ചെയ്യാതെ മരിച്ചുപോയ ആളുകൾ നരകത്തിൽ കിടക്കുന്നു. നരകത്തിന്റെ ഭയാനകമായ ശിക്ഷ സഹിക്കാൻ കഴിയാതെ മാലിക് അലൈഹിസ്സലാമിനെ സമീപിച്ച്, യാ മാലികു ലിയഖ്ലി അലൈനാ റബ്ബുക്, മാലിക്കേ, അള്ളാഹുവിനോടൊന്ന് എന്നെ രക്ഷപ്പെടുത്താൻ പറയുമോ എന്ന്. നിങ്ങളെ ഒന്ന് സൗണ്ട് മൊത്തം കൂട്ടിത്തരുമോ? സൈഡ് ഇതിൽ സൗണ്ട് ഉണ്ട്, ഈ സൈഡിലുള്ളതിന് ഫുള്ളൊന്ന് കൂട്ടിത്തരും. ഡിലേ 3 സ്റ്റെപ്പ് കൊടുക്കുക, സൗണ്ട് ഷാർപ്പാക്കുക. മഹാനായ മാലിക് അലൈഹിസ്സലാമിനോട് പറയുന്നുണ്ട്, യാ മാലികു ലിയഖ്ലി അലൈനാ റബ്ബുക്, നിങ്ങളുടെ റബ്ബിനോട് ഞങ്ങളെ ഒന്ന് രക്ഷപ്പെടുത്താൻ പറയണമെന്ന്. ഖദ് സാല മിന്നസ് സ്വദീദ്, ഞങ്ങളുടെ ചീഞ്ചലങ്ങൾ ഇങ്ങനെ ഒഴുകാൻ തുടങ്ങി, ഞങ്ങളുടെ ചർമ്മങ്ങൾ പഴുക്കാൻ തുടങ്ങി, ഞങ്ങളുടെ എല്ലുകൾ ദ്രവിക്കാൻ തുടങ്ങി, ഞങ്ങളുടെ ഹൃദയം കരിഞ്ഞുപോയി, ഞങ്ങളുടെ ശരീരം കരിഞ്ഞുപോയി, ഒന്ന് രക്ഷപ്പെടുത്താൻ നിങ്ങളുടെ റബ്ബിനോട് പറയുമോ എന്ന് നരകാവകാശികൾ അഥവാ ഉമ്മത്ത് മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുമ്പോ മഹാനായ മാലിക് അലൈഹിസ്സലാം അവരോട് പറയുമത്രേ, നിങ്ങൾ ഇവിടെ കരഞ്ഞിട്ട് കാര്യമില്ല. ഈ കരച്ചിൽ ദുനിയാവിൽ വെച്ച് കരഞ്ഞിരുന്നെങ്കിൽ നിങ്ങൾ ഇന്ന് നരകത്തിൽ വീഴാതെ രക്ഷപ്പെടുമായിരുന്നില്ലേ? നിങ്ങളുടെ ഈ കരച്ചിൽ, നിങ്ങളുടെ ഈ വെപ്രാളം, നിങ്ങളുടെ ഈ വേവലാതി, നിങ്ങളുടെ ഈ ദുഃഖം, ഇതെല്ലാം നിങ്ങൾ ഭൂമിയിൽ വെച്ച് ചെയ്തിരുന്നെങ്കിൽ ഇവിടെ എത്താതെ നിങ്ങൾക്ക് രക്ഷപ്പെടാമായിരുന്നില്ലേ? ഈ കരച്ചിൽ ദുനിയാവിലായിരുന്നുവെങ്കിൽ നിങ്ങൾക്ക് രക്ഷപ്പെടാമായിരുന്നു എന്ന് മാലിക് അലൈഹിസ്സലാം ഈ നരകാവകാശികളോട് പറയുമത്രേ. പരിശുദ്ധ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടില്ലയോ, 3 കണ്ണുകൾ നാളെ നരകത്തിൽ കിടക്കൂല എന്ന്. 3 കണ്ണുകൾ നരകത്തിൽ കിടക്കൂല എന്ന്. ഹറാമിൽ നിന്ന് കണ്ണിനെ നിയന്ത്രിക്കുന്ന ആളുകൾ, ഹറാമ് കാണുമ്പോൾ എന്റെ കണ്ണ് അതിലേക്ക് കടന്നു പോകാതെ നിയന്ത്രിക്കാൻ കഴിഞ്ഞവൻ, അതേപോലെ അല്ലാഹുവിനെ പേടിച്ച് കരഞ്ഞ കണ്ണുകൾ, ഒരു സെക്കൻഡെങ്കിൽ ഒരു സെക്കൻഡ്, ഒരു മിനിറ്റെങ്കിൽ ഒരു മിനിറ്റ്, ഒരിറ്റ് കണ്ണുനീര് സർവശക്തനായ സൃഷ്ടാവായ അല്ലാഹുവിനെ ഓർത്ത് കരഞ്ഞാൽ, റബ്ബനാ മാ ഖലഖ്ത ഹാദാ ബാതിലാ സുബ്ഹാനക ഫഖിനാ അദാബന്നാർ,
ഇന്ന ഫീ ഖൽഖിസ് സമാവാതി വൽ അർദ് വഖ്തിലാഫിൽ ലൈലി വൻ നഹാർ ലആയാതിൻ ലിഉലിൽ അൽബാബ് الذين يذكرون الله قياما وقعودا وعلى جنوبهم ويتفكرون في خلق السماوات والأرض ربنا ما خلقت هذا باطلا سبحانك فقنا عذاب النار. ദുനിയാവിന്റെ സൃഷ്ടിപ്പിനെ കുറിച്ച് ഓർത്തത്ഭുതപ്പെടുന്ന ആളുകൾ, ആകാശങ്ങളെ കുറിച്ച്, ഭൂമിയെ കുറിച്ച്, അള്ളാഹു നൽകുന്ന അനുഗ്രഹങ്ങളെ കുറിച്ച്, രാപ്പകലുകളുടെ വ്യത്യാസങ്ങളെ കുറിച്ച്, രാത്രിയാകുന്നു, രാവിലെയാകുന്നു, പ്രഭാതമാകുന്നു, പ്രദോഷമാകുന്നു, ഇതിലൊക്കെ നമ്മൾക്ക് പാഠമില്ലയോ? രാത്രിയാകുന്നത്, രാവിലെയാകുന്നത്, ചന്ദ്രൻ വരുന്നത്, സൂര്യൻ വരുന്നത്, ഇതിലൊക്കെ നമ്മൾക്ക് പാഠമില്ലയോ? ഇതിനെക്കുറിച്ച് ആലോചിക്കുന്ന ആളുകൾ എന്നിട്ട് പറയാണ്, അള്ളാഹുവിനെ കുറിച്ച് ആലോചിച്ചിട്ട്, റബ്ബനാ മാ ഖലഖ്ത ഹാദാ ബാതിലാ, അള്ളാഹുവേ ഇതൊന്നും നീ വെറുതെ സൃഷ്ടിച്ചതല്ലല്ലോ റബ്ബേ, അതുകൊണ്ട് നീ ഞങ്ങളെ നരകത്തിൽ നിന്ന് കാക്കണേ. ഈ ആയത്ത് ഓതി അള്ളാഹുവിന്റെ ഹബീബ് ഒരു ദിവസം മുഴുവനും കരഞ്ഞുപോയിട്ടുണ്ട്. ഇശാ നിസ്കാരം കഴിഞ്ഞ് ആയിഷ ബീവിയോട് ചോദിച്ചതാണ്, ആയിഷ ഇന്ന് രാത്രി ഞാൻ നിസ്കരിക്കട്ടെ, നിസ്കരിക്കാൻ എനിക്ക് സമ്മതം തരുമോ എന്ന് ആയിഷ ബീവിയോട് ചോദിച്ചപ്പോ മഹദിയായ ആയിഷ ബീവി റളിയല്ലാഹു അൻഹ മറുപടി പറഞ്ഞത്, യാ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ ഹബീബേ, അങ്ങ് എന്റെ കൂടെ, എന്റെ പുതപ്പിൽ, എന്റെ വിരിപ്പിൽ എന്റെ കൂടെ കിടക്കണമെന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. ഇനി അങ്ങേക്ക് ഇഷ്ടം നിസ്കരിക്കാനാണെങ്കിൽ അങ്ങയുടെ ഇഷ്ടം പോലെ ഞാനും തീരുമാനിച്ചു, എന്റെ ഇഷ്ടവും അത് തന്നെയാണ്. അഥവാ എന്റെ ഇഷ്ടം അങ്ങയുടെ ഇഷ്ടത്തിന് വേണ്ടി ഞാൻ മാറ്റിവെക്കുകയാണ്. ഭാര്യമാർ അങ്ങനെയും ചെയ്യാം. എൻ്റെ ഇഷ്ടം അത് തന്നെ കേൾക്കണമെന്ന് വാശി പിടിക്കണ്ട, ഞാൻ ഇഷ്ടപ്പെട്ടത് അത് തന്നെ വേണമെന്ന് വാശി പിടിക്കണ്ട. കുറച്ച് ഭർത്താവിൻ്റെ ഇഷ്ടത്തിന് എനിക്കും വഴങ്ങിക്കൊടുക്കാലോ, തിരിച്ചങ്ങോട്ടും വൈസാവേഴ്സ രണ്ടുപേരും. ആയിഷ ബീവിയോട് ചോദിച്ചു ഞാൻ അങ്ങനെ, അത് വേറെ വിഷയമാണ്, അത് വേറെ വിഷയമാണ്. രാത്രി ഈ തെണ്ടിത്തിരിഞ്ഞ് നടക്കുന്ന ഭർത്താക്കന്മാരോടുള്ള വിഷയമാണത്. കല്യാണം കഴിഞ്ഞാൽ പിന്നെ ഇങ്ങനെ ക്ലബിലും ബസ് സ്റ്റാൻഡിൽ ഇരിക്കരുത്, ഉപ്പളയിലും ടൗണിലും പോയിരിക്കരുത്. വേഗം വീട്ടിൽ വന്നിട്ട് ഭാര്യമാരുടെ കൂടെ, മക്കളുടെ കൂടെ ചെലവഴിക്കണം. നബിതങ്ങൾ ഒരു രാത്രി നിസ്കരിക്കാൻ വേണ്ടിയിട്ട് സമ്മതം ചോദിക്കുകയാണ്. ആരോട്? ഭാര്യയോട്. ഞാൻ നിസ്കരിക്കട്ടെ, റൂമിലുണ്ട്, കൂടെയുണ്ട്, ഇന്നെനിക്ക് നിന്റെ കൂടെ കിടന്നുറങ്ങാതെ നിസ്കരിക്കാൻ സമ്മതം തരുമോ? നമ്മൾ മൊബൈൽ ഫോണിൽ കളിക്കാൻ സമ്മതം ചോദിക്കേണ്ടപ്പോൾ കൂടെ കിടന്നിട്ട് മൊബൈൽ ഫോണിൽ വാട്സപ്പിൽ കളിക്കാൻ, ഫേസ്ബുക്കിൽ കളിക്കാൻ, അല്ലെങ്കിൽ ക്ലബിൽ പോയതാണ്, ചങ്ങാതിമാരുടെ കൂടെ കളി കാണാൻ പോയതാണ്, ഫുഡ് അടിക്കാൻ പോയതാണ്. ഈ സമയത്തൊക്കെ വിളിച്ചിട്ട് ഭാര്യമാരോട് സമ്മതം ചോദിക്കാറുണ്ടോ? അല്ല, ഞാൻ ഇന്ന് ഭക്ഷണം കഴിച്ചിട്ട് വരാട്ടോ. നേരത്തെ പറയൂ, ഇല്ല. ഭാര്യ വിളിക്കും, ചോറ സ്വസ്ഥത തരൂല, എന്നിട്ട് ഫോൺ എടുക്കും, ഞാൻ ഇന്ന് വരൂല, ഞാൻ വേറെ, ഞാൻ പുറത്താണ്. ഇങ്ങനെയൊക്കെ ദേഷ്യപ്പെടുന്ന ആളുകളല്ലേ ഭൂരിഭാഗം ആളുകളും. ഇത് ചെയ്യാൻ പാടുണ്ടോ? ഇത് ചെയ്യാൻ പാടുണ്ടോ? സത്യത്തിൽ നമ്മൾ ചെയ്യുന്നത് മഹാപാപമാണ്. കല്യാണം കഴിഞ്ഞ ആളുകൾ പ്രത്യേകിച്ച്. ഇനി കല്യാണം കഴിയാത്ത ആളുകൾക്ക് ലൈസൻസ് അല്ല, അവർ ഇശാ കഴിഞ്ഞാൽ പിന്നെ വീട്ടിലെത്തണം. അങ്ങനെയാണ് നമ്മുടെ സിസ്റ്റം, അങ്ങനെയാണ്. നമ്മുടെ അനൂപ് സർ ആ വിഷയം സൂചിപ്പിക്കാൻ പിന്നെ പറഞ്ഞിട്ടുണ്ട്. ഉമ്മമാർക്ക് എന്തേ നമ്മുടെ മക്കൾ ഒരു 8 മണിക്ക് ഇശാ നിസ്കാരം കഴിഞ്ഞാൽ വീട്ടിലേക്ക് എത്തിക്കാൻ എന്തേ നമ്മുടെ രക്ഷിതാക്കൾക്ക് കഴിയാത്തത്? അതെന്താ സാധിക്കാത്ത? കുറച്ച് വലുതായി താടി മിഷൊക്കെ വന്നാൽ പിന്നെ പറഞ്ഞാൽ കേൾക്കൂല. ശരിയാണ്, ഒരു 10-15 വയസ്സ് വരെ നമ്മുടെ നിയന്ത്രണത്തിലുണ്ടാവൂലേ, അവരെ നിയന്ത്രിക്കാൻ നമ്മൾക്ക് കഴിയൂലേ? ഇശാ നിസ്കാരത്തിന് പള്ളിയിൽ പോയിട്ട് തിരിച്ചു വരുന്നില്ലെങ്കിൽ പള്ളിക്ക് അയക്കണ്ട, വീട്ടിൽ നിസ്കരിച്ചോട്ടെ, അങ്ങനെ ആ ഖൈർ മതി, വീട്ടിൽ നിസ്കരിച്ച കൂലി മതി. ഇശാ നിസ്കരിക്കാൻ പള്ളിയിൽ പോയ മക്കൾ സമയത്തിന് വീട്ടിലേക്ക് വരുന്നുണ്ടെങ്കിൽ അവരെ പള്ളിക്ക് വിടണ്ട. മഗ്രിബ് നിസ്കരിക്കാൻ പോയിട്ട് ക്ലബ്ബിലിരിക്കാൻ, എന്നാൽ പള്ളിക്ക് മഗ്രിബിന് വിടണ്ട, വീട്ടിൽ വെച്ച് നിസ്കരിപ്പിച്ചാൽ മതി. അതാണ് അതിൻ്റെ ഖൈർ. ഇങ്ങനെ പള്ളി ഖൈറാണെന്ന് വിചാരിച്ച് വേറൊരു തെറ്റിലേക്ക് കൊണ്ടുപോയി എത്തിക്കരുത്. നമ്മുടെ മക്കൾ ചെറുപ്പത്തിൽ തന്നെ, ഉമ്മമാരെ വളരെ ശ്രദ്ധയോടെ ശ്രദ്ധിക്കണം. രക്ഷിതാക്കൾ, ഉപ്പന്മാരൊക്കെ വളരെ ശ്രദ്ധയോടെ ശ്രവിക്കേണ്ട ഒരു വിഷയമാണ്. നമ്മൾ ചെറുപ്പത്തിലെ അവരെ നമ്മൾ നിയന്ത്രിച്ചു കൊണ്ടുവരണം. ചെറുപ്പത്തിൽ അലഞ്ഞു തിരിയാൻ അവരെ വിടുകയും എന്നിട്ട് പെട്ടെന്നൊരു നിയന്ത്രണം അതവർക്ക് അംഗീകരിക്കാൻ കഴിയില്ല. ഒരു 18 വയസ്സായപ്പോൾ നാട്ടുകാരൊക്കെ പറയാൻ തുടങ്ങി, അല്ല ബാത്തുങ്ങളെ മോനല്ലേ എങ്ങനെയൊക്കെ കേൾക്കുന്നത്. അന്ന് മുതൽ സ്ട്രിക്റ്റ് ആയാൽ കേൾക്കാൻ കഴിയില്ല. അതുകൊണ്ട് വളരെ ചെറുപ്പത്തിൽ തന്നെ 7 വയസ്സ് മുതൽ തന്നെ നമ്മുടെ മക്കളെ ക്ലബ്ബുകളിലേക്ക് പറഞ്ഞേക്കാതെ, ബസ് സ്റ്റാൻഡിലേക്കും പീടികച്ചുണ്ടയിലേക്കും
റോഡ് സൈഡിലുള്ള കട്ടകളിലേക്കും ഇരിക്കാൻ വേണ്ടി പെർമിഷൻ കൊടുക്കാതെ അവരെ വീട്ടിലേക്ക് വിളിച്ച് 10 മണിക്ക് ശേഷം 9 മണിക്ക് ശേഷം ഇശാ നിസ്കാരം കഴിഞ്ഞാൽ ഒരു 10-15 മിനിറ്റ് സമയം കൊടുത്ത് വൈകി വരുന്ന ആളുകളെ ഒരു കാരണവശാലും വീട്ടിലേക്ക് അടുപ്പിക്കാതിരിക്കാനുള്ളൊരു ചങ്കൂറ്റം നമ്മൾ കാണിക്കണം. പോട്ട് അങ്ങനെയുള്ള മക്കൾ പോയിക്കോട്ടെ, നമുക്ക് ഉണ്ടായിട്ട് എന്താ കാര്യം? പറഞ്ഞ കേൾക്കാത്ത മക്കൾ നമുക്ക് ഉണ്ടായിട്ട് എന്താ കാര്യം? അവരെ തീറ്റിപ്പോറ്റിട്ട് എന്താ കാര്യം? ഈ തീറ്റിപ്പോറ്റി ഇവർ നമ്മൾക്കെതിരെ സാക്ഷി നിൽക്കൂലേ നാളെ മഹ്ശറയിൽ? അതുകൊണ്ട് അവരെ കൂടെ നിർത്തുക, ചെറുപ്പത്തിൽ തന്നെ കൂടെ നിർത്തുക. ദീനിയായാലേ ഈ മക്കളെ കൊണ്ട് നമ്മൾക്ക് ദുനിയാവിൽ ഉപകാരം ഉണ്ടാവുള്ളൂ, ആഖിറത്തിൽ ഉപകാരം ഉണ്ടാവുള്ളൂ. ഇല്ലെങ്കിൽ ദുനിയാവിലും ഇവർ നമ്മൾക്ക് അപമാനമാണ്, ആഖിറത്തിലെത്തിയാൽ നമ്മുടെ സ്വർഗം തടയുന്ന നമ്മുടെ ശത്രുക്കളാണ്. അള്ളാഹു പറഞ്ഞില്ലേ ഭാര്യമാരിൽ ശത്രുക്കളുണ്ടെന്ന്? അള്ളാഹു പറഞ്ഞില്ലേ മക്കളിൽ ശത്രുക്കളുണ്ടെന്ന്? എന്തേ ശത്രുക്കളായത്? ഇവരിവിടെ അലഞ്ഞു തിരിഞ്ഞ് അലവരാധികളായി തണ്ടിത്തിരിഞ്ഞ് നടന്ന് പറഞ്ഞത് കേൾക്കാതെ തോന്നിവാസങ്ങൾ ചെയ്ത് നമ്മളതിന് അവരെ കയറൂരി വിടുകയും നമ്മൾ ഹജ്ജും ചെയ്ത് തസ്ബീഹും ചൊല്ലി നിസ്കരിച്ച് സ്വർഗം പ്രതീക്ഷിച്ച് നാളെ മഹ്ശറയിലെത്തുമ്പോൾ അള്ളാഹുവിൻ്റെ മുമ്പിൽ ഓടി വന്ന് ഈ മക്കളെ നമ്മുടെ ശത്രുക്കളായി സ്വർഗത്തിലെത്തേണ്ട മക്കളെ നരകത്തിലേക്ക്, ഉമ്മമാരുപ്പമാരെ നരകത്തിലേക്ക് പറഞ്ഞേക്കുന്നത്. അതേ പദങ്ങൾ ഹദീസിൽ വന്നതാണ്. ലാ അദ്ഖുലുൻ നാറ ഹത്താ യദ്ഖുല അബീ മിൻ ഖബ്ലി. എൻ്റെ ഉപ്പ സ്വർഗത്തിൽ കിടക്കാതെ നരകത്തിൽ കിടക്കാതെ ഒരു കാരണവശാലും ഞാൻ നരകത്തിൽ കിടക്കൂല. മക്കൾ വാശി പിടിക്കാൻ, എൻ്റെ ഉമ്മ എന്നെ വഴികേടിലേക്ക് നയിച്ച, എന്നെ നന്നാക്കാൻ വേണ്ടി പരിശ്രമിക്കാത്ത എൻ്റെ ഉമ്മ നരകത്തിൽ കിടക്കാതെ ഞാൻ നരകത്തിൽ കിടക്കൂല. സ്വർഗത്തിലേക്ക് പോകേണ്ട ഉമ്മമാരെ ഉപ്പമാരെ നരകത്തിലേക്ക് ഈ ശത്രുക്കളായ നമ്മുടെ മക്കൾ വലിച്ചു കൊണ്ടുപോകുമെന്ന് പരിശുദ്ധ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഇത് നമ്മുടെ ഭാഗത്ത് വീഴ്ച വന്നാലാണ്. വീഴ്ച വന്നില്ലെങ്കിൽ ഈ മക്കളെ കൊണ്ടൊരു ചുക്കും ചെയ്യാൻ കഴിയില്ല. എങ്ങനെ വീഴ്ച വരിക? ഇസ്ലാം പഠിപ്പിച്ചതുപോലെ, ഇസ്ലാം നിഷ്കർഷിച്ചതുപോലെ വളരെ വ്യക്തമായി 7 വയസ്സുവരെ അവരോട് കളിക്കണമെന്നല്ലയോ പറഞ്ഞത്? ചെറിയ മക്കളൊക്കെ കൊല്ലുന്നാ പറയുന്നത് അല്ലേ? ചെറിയ മക്കളൊക്കെ. ഇന്നിപ്പോൾ എൻ്റെ വീട്ടിൽ തന്നെ എന്തോ ഞാൻ ദേഷ്യപ്പെട്ടതിന് ചെറിയ കുട്ടിയുണ്ട്, ഒരു 3 വയസ്സുള്ള കുട്ടി. ഉമ്മ കച്ചെടുക്കുമ്മ ഞാൻ ചാച്ചാനെ കൊല്ലട്ടെ. സുബ്ഹാനല്ലാഹ്, ചെറിയ കുട്ടി, 3 വയസ്സുള്ള കുട്ടിയാണ്. അപ്പം ഇതാണ് നമ്മുടെ മക്കളൊക്കെ ചെറുപ്പത്തിൽ. നമ്മുടെ വീട്ടിൽ TV ഒന്നുമില്ല. ഞാൻ വിചാരിക്കുന്നതൊക്കെ എവിടുന്നാ പഠിച്ചത്? വീട്ടിൽ TV ഒന്നുമില്ല. അപ്പോൾ ചെറിയ കുട്ടികൾ ഇങ്ങനെയൊക്കെ പറയാണ്. ആ സമയത്ത് നമ്മൾ അവരോട് ദേഷ്യപ്പെടാൻ അടിക്കാൻ നിൽക്കരുത്. ആ സമയത്ത് അടിക്കേണ്ട സമയമല്ല. ലാഇബ് ഇബ്നക സബ്അ, 7 വയസ്സുവരെ നമ്മുടെ മക്കളോട് 7 വയസ്സുവരെ നമ്മുടെ മക്കളോട് നമ്മൾ കളിച്ച് ജീവിക്കണം. 7 വയസ്സ് കഴിഞ്ഞാലോ അദ്ദിബുഹു സബ്അ, 14 വയസ്സുവരെ അവർക്ക് അദബ് പഠിപ്പിക്കേണ്ട സമയമാണ്. 7 വയസ്സ് കഴിഞ്ഞാൽ 14 വയസ്സുവരെ അദബ് പഠിപ്പിക്കേണ്ട സമയമാണ്. ആ സമയത്താണ് അവർക്ക് ഉപദേശങ്ങൾ നൽകേണ്ടത്, അവരെ കൂടെ നിർത്തേണ്ടത്, തെറ്റ് ചെയ്യുമ്പോൾ ചെയ്യരുതെന്ന് പറഞ്ഞു കൊടുക്കേണ്ടത്, ഓരോ കാര്യങ്ങളിലും വ്യക്തമായ മാർഗനിർദ്ദേശം കാണിച്ചു കൊടുക്കേണ്ടത് ആ 14 വയസ്സുവരെയാണ്. ഈ 14 വയസ്സുവരെ ഈ ഒരു രീതിയിൽ നിങ്ങൾ വളർത്തിയാൽ ഈ മക്കൾ പിന്നെ തെറ്റുകാരാവൂല. 14 കഴിഞ്ഞാൽ പിന്നെ ഒരു 7 ഉണ്ട്. വസ്വാഹിബുഹു സബ്അ, അവരെ ചങ്ങാതിമാരായി കൂടെ നിർത്തണം. 21 വയസ്സുവരെ, 14 വയസ്സുവരെ എല്ലാ അദബും മര്യാദയും അച്ചടക്കവും പഠിപ്പിച്ചു കൊടുത്തു. 14 ആയാൽ അവരെ കയറൂരി വിടരുത്, കൂടെ നിർത്തണം ചങ്ങാതിയെപ്പോലെ. അവന്റെ വിഷമം അവർ ഞങ്ങളോട് പറയണം. പെണ്ണ് സ്കൂളിൽ പോകുമ്പോൾ നടന്നത്, വരുമ്പോൾ നടന്നത്, ബസ്സിൽ കണ്ടത് കേട്ടത് എല്ലാം വീട്ടിൽ വന്ന് ഉമ്മയോട് പറയാനുള്ള ധൈര്യം കാണിക്കണം. ഉമ്മയെ ചങ്ങാതിയായി കാണണം, ഉപ്പയെ ചങ്ങാതിയായി കാണണം. ഇങ്ങനെ ഒരു സൗഹൃദ ബന്ധം മക്കൾക്കിടയിൽ ഉണ്ടായാൽ കഞ്ചാവ് തന്നവന്റെ പേര് പറയും, ലവ് ലെറ്റർ തന്നവന്റെ പേര് പറയും, നമ്പർ തന്നവന്റെ പേര് വീട്ടിൽ വന്ന് ഉമ്മയോട് പറയും. ഉമ്മയ്ക്കും ഉപ്പയ്ക്കും ഇത് വളരെ വ്യക്തമായി നിയന്ത്രിക്കാൻ കഴിയും. പ്രിയമുള്ള മുഅ്മിനീങ്ങളെ, ഏകദേശം ചെറിയ ഒരു കുഞ്ഞാണ് വടകര ഭാഗത്ത് കഞ്ചാവ് ഉപയോഗിച്ച്, ലഹരി ഉപയോഗിച്ച് വളരെ ക്രൂരമായി അതിൻ്റെ മാഫിയകൾ നശിപ്പിച്ചത്. ഇത് സ്ഥിരമായി ഉപയോഗിക്കുന്നു എന്നറിഞ്ഞപ്പോൾ ഉപ്പ വന്ന് നിയന്ത്രിക്കാൻ വേണ്ടി അവനെ വീടിന്റെ വെളിയിലേക്ക് പുറത്തു വിടാതെയായി. ഇതറിയണം ആരൊക്കെയാണ് എന്ന്. ഇത് കുട്ടി പറയുമെന്ന് തോന്നിയപ്പോൾ കുട്ടിയെ ഭീഷണിപ്പെടുത്തി. കുട്ടി പറഞ്ഞില്ല.
എന്നിട്ട് നല്ല ശക്തമായ പവറുള്ള മരുന്നുകൾ നൽകി 2 ദിവസം കൊണ്ട് കുട്ടി മരിച്ചുപോയ സംഭവം 1 മാസം മുമ്പ് വടകര ഭാഗത്ത് നടന്നൊരു സംഭവമാണ്. എന്നിട്ട് മാതാപിതാക്കളെ വരെ ഭീഷണിപ്പെടുത്തുന്നൊരു സാഹചര്യം. അതുകൊണ്ട് ഉമ്മമാരെ 7 വയസ്സുവരെ നമ്മുടെ മക്കളെ ചങ്ങാതിമാരായി നമ്മുടെ കൂടെ നിർത്താൻ നമ്മൾക്ക് കഴിയണം. അള്ളാഹു തൗഫീഖ് ചെയ്യട്ടെ, അള്ളാഹു തൗഫീഖ് നൽകട്ടെ. പറഞ്ഞു വരുന്നത്, നാളെ നരകത്തിൽ കിടക്കുന്ന സമയത്ത് മലക്കിനോട്, മാലിക് അലൈഹിസ്സലാമിനോട് നരകാവകാശികൾ പറയാണ്, ഞങ്ങൾ ഒന്ന് അള്ളാഹുവിനോട് റെക്കമെൻഡ് ചെയ്ത് ഞങ്ങളെ രക്ഷപ്പെടുത്തുമോ എന്ന്. അപ്പോഴാണ് മലക്ക് ചോദിക്കുന്നത്, ഈ കരച്ചിൽ, ഈ വെപ്രാളം, ഈ ദുഃഖം, ഈ വേദന നിങ്ങൾക്ക് ദുനിയാവിൽ വെച്ച് കാണിക്കാമായിരുന്നില്ലയോ? നിങ്ങൾക്ക് ഒരു കരച്ചിൽ ദുനിയാവിൽ വെച്ച് കരഞ്ഞിരുന്നെങ്കിൽ നിങ്ങൾ ഈ നരകത്തിൽ പ്രവേശിപ്പിക്കപ്പെടുമായിരുന്നില്ല. നരകം ഹറാമാണെന്നല്ലേ മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്? നരകം ഹറാമാണ്. ആർക്ക്? ഒരൊറ്റ കണ്ണുനീര് വീണ നരകം ഹറാമാണ്. ഒരൊറ്റ കണ്ണുനീര് മതി, റബ്ബിനെ പേടിച്ച്, സർവശക്തനായ ഇലാഹായ അള്ളാഹുവിനെ പേടിച്ച്. അള്ളാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം രാത്രി മുഴുവനും കരഞ്ഞുപോയത് ഈ ആയത്തിനെ ഓർത്തിട്ടാണ്. ആയിഷ ബീബി റളിയല്ലാഹു അൻഹയോട് ചോദിച്ചു, ആയിഷ, ഞാൻ ഇന്ന് നിസ്കരിക്കട്ടെ? ആയിഷ ബീബി പറഞ്ഞു, നിങ്ങൾ എൻ്റെ കൂടെ, എൻ്റെ പുതപ്പിൽ കൂടെ വേണമെന്നാണ് എൻ്റെ ആഗ്രഹം. നിങ്ങളുടെ ഇഷ്ടം നിസ്കാരമാണെങ്കിൽ അത് തന്നെയാണ് എൻ്റെ ഇഷ്ടമാക്കി ഞാൻ മാറ്റുകയാണ്. കരയാൻ തുടങ്ങി മുത്തു റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം. സുബഹി നിസ്കാരത്തിന്റെ സമയത്ത് ബിലാൽ തങ്ങൾ ബാങ്ക് വിളിക്കാൻ വേണ്ടി അള്ളാഹുവിന്റെ ഹബീബിന്റെ സമീപത്തേക്ക് കടന്നു വന്നപ്പോ ഹബീബ് ഇരുന്നിട്ട് കരയുകയാണ്. യാ റസൂലല്ലാഹ്, അള്ളാഹുവിന്റെ ഹബീബേ, മുത്തുനബിയേ, ഞാൻ ചോദിക്കട്ടെ, അള്ളാഹു നിങ്ങൾക്ക് കഴിഞ്ഞതും വരാനിരിക്കുന്നതും പുറത്തു തന്നില്ലയോ? പിന്നെ നിങ്ങൾ എന്തിനാണ് ഇങ്ങനെ കരയുന്നത്? അപ്പോഴാണ് പരിശുദ്ധ ഹബീബ് പറഞ്ഞത്, ബിലാലെ, അതല്ല പ്രശ്നം. ഇന്നലെ രാത്രി എനിക്കൊരു ആയത്തിറങ്ങുകയുണ്ടായി. ഇന്ന ഫീ ഖൽഖിസ് സമാവാതി വൽ അർള് വഖ്തിലാഫിൽ ലൈലി വന്നഹാർ ലആയാതിൻ ലിഉലിൽ അൽബാബ്. ആകാശങ്ങളെയും ഭൂമിയെയും അല്ലാഹു സൃഷ്ടിച്ചതിൽ ചിന്തിക്കുന്ന ബുദ്ധിയുള്ള ആളുകൾക്ക് ഒരുപാട് ദൃഷ്ടാന്തമുണ്ട്. ആരാണ് ബുദ്ധിയുള്ളവർ? അല്ലദീന യദ്കുറൂനല്ലാഹ ഖിയാമാ, നിന്നുകൊണ്ട്, വഖുഊദൻ, ഇരുന്നുകൊണ്ട് അല്ലാഹുവിനെ ഓർക്കുന്ന ആളുകളാണവർ. അല്ലദീന യദ്കുറൂനല്ലാഹ ഖിയാമൻ വഖുഊദൻ വഅലാ ജുനൂബിഹിം, കിടന്നുകൊണ്ടും അവർ അല്ലാഹുവിനെയാണ് ഓർക്കുന്നത്. എന്നിട്ട് ആകാശങ്ങളെ കുറിച്ച്, രാത്രിയെ കുറിച്ച്, പകലിനെ കുറിച്ച് ആലോചിച്ചവര് പറയുന്നത്, റബ്ബനാ, ഞങ്ങളുടെ റബ്ബേ, മാ ഖലഖത ഹാദാ ബാതിലാ, അല്ലാഹുവേ, ഇതൊന്നും നീ വെറുതെ സൃഷ്ടിച്ചതല്ലല്ലോ. ഈ ആയത്ത് ഓതുമ്പോൾ ഇതിനെക്കുറിച്ച് ആലോചിക്കാത്തവന് നാശമുണ്ട് എന്ന് അല്ലാഹു പറഞ്ഞിരിക്കുകയാണ്. ബിലാലെ, സൂറത്തുൽ അറാഫിലെ 90-ാമത്തെ ആയത്താണെന്ന് തോന്നുന്നുണ്ട്, 90-91 ഭാഗത്താണെന്ന് തോന്നുന്നുണ്ട്. ഈ ആയത്ത് ഓതുമ്പോൾ ഇതിന്റെ അർത്ഥം ആലോചിക്കാതെ ഓതിവിടുന്ന ആളുകൾ, വൈലുൽ ലിമൻ ഖറഅഹാ വലം യതഫക്കർ ഫീഹാ, വൈലുൽ ലിമൻ ഖറഅഹാ വലം യതഫക്കർ ഫീഹാ. ഇത് ഓതുകയും ഇതിന്റെ അർത്ഥങ്ങളിലേക്ക് ഇറങ്ങി ആലോചിക്കുകയും ചെയ്യാത്ത ആളുകൾക്ക് അപകടമാണ്, നാശമാണ് എന്ന് അല്ലാഹു പറഞ്ഞപ്പോൾ ഞാൻ അതിനെക്കുറിച്ച് ഓർക്കുകയാണ് എന്ന് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഞാനിവിടെ ഒരു 15 വർഷം മുമ്പ് ഇവിടെ എവിടെയോ ഞാൻ പ്രസംഗിച്ചിട്ടുണ്ട്. മാലിക് ദിനാർ ഇസ്ലാമിക് അക്കാഡമിയിൽ 2-3 ക്ലാസ്സിൽ പഠിക്കുന്ന സമയത്ത് ഇവിടെ ഉപ്പള കുന്നിൽ നിന്നാണ് എനിക്ക് ഓർമ്മ, ഇവിടെ എവിടെയെന്ന് എനിക്കറിയില്ല, ഇവിടെ എവിടെയോ ഞാൻ പ്രസംഗിച്ചിട്ടുണ്ട്. എൻ്റെ അന്നത്തെ പ്രിൻസിപ്പളായിരുന്ന അനസ് ഹുദവി ഉസ്താദിൻ്റെ കൂടെ ഞാൻ വരികയും, എന്നിട്ട് എനിക്കിപ്പോൾ ഓർമ്മ, ഞാൻ അന്ന് പ്രസംഗത്തിൽ ഉറങ്ങിയിട്ട് എൻ്റെ സ്റ്റാൻഡ് എടുക്കും വീഴാനായി. ഉസ്താദ് കുറേ നേരം പ്രസംഗിച്ച്, അപ്പോൾ ഞാനവിടെ ഇരുന്ന് പിന്നെ ഞാൻ പ്രസംഗിച്ച്, എനിക്കിപ്പോൾ ഓർമ്മ വരുത് ഇവിടെ ചുറ്റുഭാഗത്ത് എവിടെയാണ്, ഉപ്പള കുന്നിൽ, ഇവിടെ തന്നെയാണെന്ന് എനിക്കറിയില്ല. 15 വർഷം മുമ്പ്. അപ്പോൾ പ്രിയമുള്ള മുഅ്മിനീങ്ങളെ, വീണ്ടും കണ്ടുമുട്ടാൻ നമ്മൾക്ക് അവസരമുണ്ടായി, അള്ളാഹു സ്വീകരിക്കട്ടെ. അപ്പോൾ അള്ളാഹു പറയാണ്, ഈ ഒരു വിഷയങ്ങളിലൊക്കെ നമ്മൾ അള്ളാഹുവിനെ കുറിച്ച് ആലോചിക്കണം, ചിന്തിക്കണം. അള്ളാഹുവിനെ കുറിച്ച് ആലോചിച്ച് കരയുന്ന ആളുകൾക്ക്
ഒരു സെക്കൻഡ് മതി. നമ്മുടെ ഈച്ചയുടെ തല, അതിൻ്റെ വലുപ്പമുള്ള ഒരു കണ്ണുനീർത്തുള്ളി നമ്മുടെ കണ്ണിൽ നിന്ന് വീണാൽ അതുകൊണ്ട് അവൻ നാളെ നരകത്തിൽ നിന്ന് രക്ഷപ്പെടുമെന്ന് ഷഫീഉനാ റസൂലുള്ളാഹ്. വലൗ മിസ്ല റഅസി ദുബാബ്, ഈച്ചയുടെ തലയുടെ വലുപ്പമുള്ള കണ്ണുനീർത്തുള്ളി മതി എന്നാണ്. കുറേ ഒന്നും വേണ്ട. അള്ളാനെ പേടിച്ചിട്ട് ഒരിറ്റ് കണ്ണുനീരുണ്ടായാൽ തന്നെ നമ്മൾക്ക് രക്ഷപ്പെടാൻ കഴിയും. 3 കണ്ണുകളിൽ 1 ഹറാമിൽ നിന്ന് നിയന്ത്രിച്ച കണ്ണ്, 2 അള്ളാഹുവിനെ പേടിച്ച് കരഞ്ഞ കണ്ണ്, 3 അള്ളാഹുവിന് വേണ്ടി രാത്രി ഉറക്കൊഴിച്ച കണ്ണ്. ഈ 3 കണ്ണുകൾ നാളെ നരകത്തിൽ കിടക്കൂല. അള്ളാഹു ഇതിൽ ഏതെങ്കിലും ഒന്നിൽ ഉൾപ്പെടാൻ വേണ്ടി ശ്രമിക്കണ്ടേ? 3 എണ്ണത്തിൽ ഏതെങ്കിലും ഒന്നിൽ ഉൾപ്പെടണ്ടേ? 1 ഹറാമിൽ നിന്ന് കണ്ണ് നിയന്ത്രിക്കാം, 2 കരയാം, അള്ളാഹുവിനെ ഓർത്തിട്ട് കരയാം, 3 രാത്രി മുഴുവനും ഉറക്കൊഴിക്കാം, അല്ലെങ്കിൽ മിനിമം തഹജ്ജുദിന് വേണ്ടിയിട്ടെങ്കിലും എണീക്കാം. അള്ളാഹു തൗഫീഖ് ചെയ്യട്ടെ. ഈ വിഭാഗത്തിൽപ്പെട്ട ആളുകൾക്ക് നരകം ഹറാമാണെന്ന് പറഞ്ഞാൽ നരകം അവർക്ക് കിട്ടുകയില്ല, നിഷിദ്ധമാണ്. അവർ സ്വർഗത്തിൽ കിടക്കുമെന്നല്ല പറഞ്ഞത്. സ്വർഗത്തിൽ കിടക്കുമെന്ന് പറഞ്ഞാൽ കുറച്ചു കാലം നരകത്തിൽ കിടന്നിട്ട് സ്വർഗത്തിൽ എത്തുമെന്ന് വിചാരിക്കും. അങ്ങനെയല്ല, അവർക്ക് നരകം ഹറാമാണ്. അള്ളാഹു രക്ഷപ്പെടുത്തട്ടെ. മാലിക് അലൈഹിസ്സലാമിനോട് കരയുമ്പോൾ മാലിക് അലൈഹിസ്സലാം പറഞ്ഞത് ഇങ്ങനെയാണ്: ഈ ഒരു കരച്ചിൽ ദുനിയാവിൽ വെച്ച് കരയാമായിരുന്നില്ലയോ എങ്കിൽ നിങ്ങൾക്ക് രക്ഷപ്പെടാമായിരുന്നില്ലേ എന്ന് മഹാനായ മാലിക് അലൈഹിസ്സലാം ചോദിക്കുന്നുണ്ടവരോട്. ആ സമയത്താണ് ജിബ്രീൽ അലൈഹിസ്സലാം മാലിക് അലൈഹിസ്സലാമിന്റെ സമീപത്തേക്ക് കടന്നു വരുന്നത്. അല്ല ജിബ്രീലേ, ഇവിടെ ഉമ്മത്ത് മുഹമ്മദ് ഉണ്ടല്ലോ, മുഹമ്മദ് നബിയുടെ സമുദായം ഉണ്ടല്ലോ എന്ന്. അതെ, ഇവിടെ ചില ആളുകളുണ്ട്, അവരുടെ മുഖം പ്രകാശിതമാണ്. അവരുടെ മുഖം, അവരുടെ ഖൽബിന്, അവരുടെ ഹൃദയത്തിന്, അവരുടെ മുഖത്തിനൊരു പ്രകാശം, വ്യത്യസ്തമായ ഒരു ഭംഗിയുണ്ട്. എന്തേ? അവർ ഉമ്മത്ത് മുഹമ്മദാണ്. അവരുടെ നെറ്റിത്തടങ്ങൾ സുജൂദ് ചെയ്തവരാണ്. അവരുടെ ഹൃദയങ്ങളിൽ ഖുർആനിന്റെ ആയത്തുകളുണ്ട്. മാലിക് അലൈഹിസ്സലാം പറയാൻ, അവരുടെ ഹൃദയങ്ങളിൽ പരിശുദ്ധമായ ഖുർആനിന്റെ ആയത്തുകൾ ഉള്ളതുകൊണ്ട്, നെറ്റിത്തടങ്ങൾ അള്ളാഹുവിന് വേണ്ടി സുജൂദ് ചെയ്യാൻ ഉപയോഗിച്ചതുകൊണ്ട് അള്ളാഹുവിന്റെ ആ ഒരു മഹത്തായ അനുഗ്രഹം ലഭിച്ച ആളുകളാണവർ. ജിബ്രീൽ അലൈഹിസ്സലാമിനെ കാണുമ്പോൾ മഹാന്മാരായ മാലിക് അലൈഹിസ്സലാം നരകാവകാശികൾക്ക് പരിചയപ്പെടുത്തി കൊടുക്കുന്നുണ്ട്. ഇത് ജിബ്രീലാണ്, അള്ളാഹുവിന്റെ ഹബീബിന് സന്ദേശം എത്തിക്കുന്ന ആളാണ്. മുഹമ്മദ് നബിയുടെ പേര് കേട്ടപ്പോൾ നരകാവകാശികളൊക്കെ സന്തോഷം കൊണ്ട് അട്ടഹസിക്കാൻ തുടങ്ങി. എന്നിട്ട് ജിബ്രീലിനോട് പറഞ്ഞു: ജിബ്രീലേ, ഒന്ന് അള്ളാഹുവിന്റെ ഹബീബിനോട് ഞങ്ങളെ രക്ഷപ്പെടാൻ പറയുമോ, ഞങ്ങളെ രക്ഷപ്പെടുത്താൻ പറയുമോ? ഒന്നും വേണ്ട, ഉമ്മത്ത് മുഹമ്മദ് താങ്കളുടെ സമുദായം നരകത്തിലാണ് എന്ന് പറഞ്ഞാൽ മതി. പരിശുദ്ധ ഹബീബിനോട്, പരിശുദ്ധ റസൂലുള്ളയോട് സല്ലല്ലാഹു അലൈഹി വസല്ലം താങ്കളുടെ സമുദായം നരകത്തിലുണ്ട് എന്ന് സൂചിപ്പിക്കണമെന്ന് മഹാനായ ജിബ്രീൽ അലൈഹിസ്സലാമിനോട് പറയുമ്പോൾ ജിബ്രീൽ അലൈഹിസ്സലാം നേരെ സ്വർഗ്ഗത്തിലേക്കാണ് പോകുന്നത്. അവിടെയാണ് പരിശുദ്ധ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുള്ളത്. പരിശുദ്ധ ഹബീബിനോട് വിശേഷങ്ങൾ അന്വേഷിച്ചു. നരകത്തിൽ നിങ്ങളുടെ സമുദായമുണ്ട് എന്ന് പറയുമ്പോൾ അള്ളാഹുവിന്റെ ഹബീബിന് സഹിക്കാൻ കഴിഞ്ഞില്ല. പിന്നെ സ്വർഗ്ഗത്തിലാണ് എന്ന പരിസരബോധം പോലും ഇല്ലാതെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നേരെ നരകത്തിലേക്ക് കടന്നു വന്നിട്ട് നരകക്കാരന്റെ കൈ പിടിച്ച് എല്ലാ ആളുകളെയും സ്വർഗ്ഗത്തിലേക്ക് കൊണ്ടുപോകുമെന്ന് മുഹമ്മദുർ റസൂലുള്ളാഹ്. അള്ളാഹു ഇവരിൽ പെടുത്താൻ വേണ്ടി ദുആ ചെയ്യണ്ട, ഇവരിൽ പെടാൻ വേണ്ടിയിട്ട് ദുആ ചെയ്യണ്ട. നമുക്ക് ഇവരിലല്ല പെടേണ്ടത്. നമ്മൾക്ക് ആരിലാ പെടേണ്ടത്? ഒരു സെക്കൻഡ് പോലും നരകത്തിൽ കിടക്കാത്ത സ്വർഗം നമ്മൾക്ക് ലഭിക്കണം. ഹിസാബില്ലാത്ത, അദാബില്ലാത്ത സ്വർഗം ലഭിക്കണം. അല്ലാഹുവേ, അവരിൽ ഞങ്ങളെ ഉൾപ്പെടുത്തണേ അല്ലാ, അവരിൽ ഞങ്ങളെ ഉൾപ്പെടുത്തണേ അല്ലാ. ഹിസാബില്ലാതെ, അദാബില്ലാതെ സ്വർഗത്തിലേക്ക് കടക്കുന്ന മുത്തഖീങ്ങളിൽ ഉൾപ്പെടുത്തണേ അല്ലാ. പറഞ്ഞു വരുന്നത്, അള്ളാഹു പറയാണ്, 2 വിഭാഗം ആളുകളാണുള്ളത്. ചില ആളുകൾ നരകത്തിലാണ്. ഏതുവരെ? ഖിയാമത്ത് നാള് കഴിഞ്ഞ് ആകാശങ്ങളും ഭൂമിയും നിലനിൽക്കുന്ന കാലത്തോളം, അഥവാ അനന്തമായി മരണമില്ലാത്ത കാലം വരെ അവർ നരകത്തിലാണ്. ചില ആളുകൾ നരകാവകാശികളല്ല, ഇവർ വിജയിച്ചവരാണ്, ഇവർ സ്വർഗത്തിലാണ്. ഇവരും അനന്തമായി മരണമില്ലാതെ അനന്തമായി ഒരുപാട് കാലം സ്വർഗത്തിൽ കിടക്കുന്നവരാണ് എന്ന് അള്ളാഹു നമ്മോട് പഠിപ്പിക്കുമ്പോൾ മരണമില്ലാത്ത ആ സ്വർഗത്തിലേക്ക് പുറപ്പെടാനുള്ള ജൈത്രയാത്രയിലാണ് നമ്മൾ. ആ സ്വർഗം എത്തിപ്പിടിക്കാനുള്ള മത്സരത്തിലാണ് നമ്മൾ. ആ സ്വർഗം എത്തിപ്പിടിക്കാനുള്ള അതീവ പ്രയത്നത്തിലാണ് നമ്മൾ.
അള്ളാഹു നമ്മൾക്ക് സ്വർഗം നൽകട്ടെ. അതിനുള്ള 8 വിജയമന്ത്രങ്ങളാണ് വിശദീകരിക്കാതെ ഞാൻ വളരെ വേഗത്തിൽ പറയാൻ പോകുന്നത്. മഹാനായ ഹാതിമുൽ അസ്സം റളിയല്ലാഹു അൻഹു തന്റെ ഉസ്താദായ ഷഖീഖുൽ ബൽഖി, അദ്ദേഹം 30 വർഷമാണ് ഉസ്താദിന്റെ കൂടെ ശിഷ്യൻ പഠിച്ചത്. 30 വർഷമാണ്. ഹാതിമുൽ അസ്സം എന്ന് പറയുന്ന ശിഷ്യൻ ഉസ്താദായ ഷഖീഖുൽ ബൽഖിയുടെ വീട്ടിൽ പോയിട്ട് 30 വർഷം ഇൽമ പഠിച്ചു. പണ്ടത്തെ പോലെ സ്ഥാപനങ്ങളൊന്നും ഇല്ലല്ലോ. ഇപ്പൊ ഉസ്താദ് കുട്ടികളെ തേടിയിട്ട് വരാൻ. പണ്ട് കുട്ടികൾ ഉസ്താദിനെ തേടിയിട്ട് പോവായിരുന്നു പതിവ്. അങ്ങനെ 30 വർഷം കഴിഞ്ഞപ്പോ ഉസ്താദ് ചോദിച്ചു കുട്ടിയോട്, ഹാതിമുൽ അസ്സം തങ്ങളോട് ചോദിച്ചു, സ്വഹബതനി മുൻദു 30 സന, 30 വർഷമായി താങ്കൾ എൻ്റെ കൂടെ പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. മാ ഹസ്സൽത, ഇതിൽ നിന്ന് എന്താ നിങ്ങൾക്ക് കിട്ടിയത്? അങ്ങനെ ചോദിക്കൂലേ? ഇപ്പൊ ഇന്ന് വാല് കഴിഞ്ഞിട്ട് വീട്ടിലെത്തിയാൽ ഉമ്മ ചോദിക്കും, മോനെ നീ വാല് കേട്ടോ? അങ്ങനെ ചോദിക്കുന്ന ഉമ്മമാരുണ്ടോ? എവിടെ? വാലിന് ഇരുന്നോന്ന് തന്നെ അറിയില്ല. എനിക്കൊക്കെ ഓർമ്മയുണ്ട് പഴയ കാലത്ത് നമ്മുടെ പഠിക്കുന്ന സമയത്തൊക്കെ ഉപ്പമാരെ, എൻ്റെ ഉപ്പൊക്കെ പള്ളിയിലേക്ക് മഗ്‌രിബ് നിസ്കാരത്തിന് കൊണ്ടുപോയാൽ മഗ്‌രിബ് നിസ്കാരം കഴിഞ്ഞ് ഇശാ കഴിയാതെ പള്ളിയിൽ നിന്ന് പുറത്തു പോയാൽ ചോദ്യം ചെയ്യും. അതിൻ്റെ പേരിൽ അടിച്ചിട്ട് വരെയുണ്ട്. റമദാനിലൊക്കെ ളുഹുർ നിസ്കാരത്തിന് പള്ളിയിൽ പോയാൽ അസർ വരെ പള്ളിയിൽ നിന്ന് പുറത്തിറങ്ങാൻ പാടില്ല. അസർ നിസ്കാരം കഴിഞ്ഞിട്ട് പുറത്തിറങ്ങാൻ പാടുള്ളൂ. ഒരു ദിവസം അങ്ങനെ ഇറങ്ങി മെല്ലെ വന്നപ്പോൾ ഉപ്പ ഞാനറിയാതെ പിന്നാലെ വന്നിട്ട് എവിടെയൊക്കെ പോകുന്നത്. ഇതൊക്കെ ചെയ്യേണ്ട ഒരു വിഷയം. നമ്മൾ ഇത്രയും സൂക്ഷ്മമായി മക്കളെ നിരീക്ഷിച്ച് പഠിപ്പിക്കേണ്ടതുണ്ട്. ഇല്ലെങ്കിൽ പിന്നെ ഉപ്പയും ആവുന്നതിൽ അർത്ഥമില്ലല്ലോ. അപ്പോൾ ഇവിടെ എൻ്റെ മക്കൾ ഇവിടെ വാല് കേട്ടിട്ടുണ്ടോ എന്ന് വരെ പല ഉമ്മമാർക്കറിയില്ല, പല ഉപ്പമാർക്കറിയില്ല. എൻ്റെ മക്കൾ ഇവിടെ ഉണ്ടോ, വന്നിട്ടുണ്ടോ, അല്ല വീട്ടിലാണോ, അല്ല ക്ലബിലാണോ, അല്ല അങ്ങാടിയിലാണോ എന്ന് വരെ നോക്കൂല. ഇപ്പോഴും നോക്കൂല. എൻ്റെ മകൻ വന്നിട്ടുണ്ടോ ഒന്നും ചോദിക്കൂല. ഇനി വീട്ടിലെത്തി നേരെ പോവും, ഭക്ഷണം കഴിക്കാനുണ്ടെങ്കിൽ കഴിക്കും, കഴിച്ചിട്ട് കിടന്നുറങ്ങും. മക്കൾ വീട്ടിൽ വന്നോ അതും അറിയില്ല. ഇതൊക്കെ മാറണം മുഅ്മിനീങ്ങളെ. ചെറിയൊരു ശ്രദ്ധ നമ്മുടെ മക്കളിൽ ഉണ്ടാവണം. ഞാനൊരു കാര്യം പറയട്ടെ. കാസർഗോഡ് ജില്ലയിൽ കാഞ്ഞങ്ങാടിൽ ഒരു വലിയൊരു ഉറൂസ് നടക്കുന്നൊരു സ്ഥലത്ത് ഒരു RSSകാരൻ പർദ്ദയിട്ട് സ്ത്രീകളുടെ സദസ്സിലേക്ക് വന്നൊരു സംഭവം ഒരാഴ്ച മുമ്പ് നടക്കേണ്ടായി. പർദ്ദയിട്ടിട്ട് പെണ്ണുങ്ങളുടെ ഭാഗത്തേക്ക് ഒരു RSSകാരൻ, എൻ്റെ സുഹൃത്താണ് ആളെ പിടിച്ചത്. ഇങ്ങനെ നടക്കാണ്, പർദ്ദയിട്ടിട്ട് ഇങ്ങനെ നടക്കാണ്. നടത്തത്തിൽ എന്തോ ഒരു പന്തികേട് തോന്നിയപ്പോൾ പിന്നാലെ ഫോളോ ചെയ്തു. ആണ് നടക്കുന്ന പെണ്ണ് നടക്കുന്നൊരു വ്യത്യാസമില്ലേ? ആണ് മസിൽ പിടിച്ച് നടക്കും, പെണ്ണ് കൊണിച്ച് നടക്കൂലേ? അപ്പോൾ എന്തൊരു വ്യത്യാസം തോന്നിയിട്ട് അങ്ങനെ ഫോളോ ചെയ്തു. സ്ത്രീകളുടെ ഭാഗത്തേക്ക് കയറി. സ്ത്രീകളുടെ ഭാഗത്തേക്ക് കയറിയപ്പോൾ ഇവൻ്റെ പരിചയമുള്ള സഹോദരന്മാരൊക്കെ വിളിച്ചൊന്ന് നോട്ട് ചെയ്യാൻ പറഞ്ഞു. ശിവർക്കൊന്നും ഇതിൽ സംശയം തോന്നിയില്ല. ശിവനിങ്ങനെ സംശയമുണ്ട്. കുറേ നേരം നോക്കിയപ്പോൾ അതേ പെണ്ണ് ഇങ്ങനെ പുറത്തു വരുന്ന കണ്ടപ്പോൾ ഫോളോ ചെയ്തു. ബാക്കിൽ ഒരാളുണ്ട് എന്നറിഞ്ഞപ്പോൾ സ്പീഡ് കൂട്ടി. പേര് ചോദിച്ചു. കൃത്രിമമായ ശബ്ദത്തിൽ എന്തോ പറഞ്ഞു. കൈ പിടിക്കുമ്പോൾ കൈ തട്ടുമ്പോൾ ആണിൻ്റെ കൈയും പെണ്ണിൻ്റെ കൈയും കണ്ടാൽ അറിയില്ലേ? പർദ്ദ വലിച്ചൂരി നോക്കുമ്പോൾ നല്ല മീശക്കുള്ള നല്ലൊരു ചെറുപ്പക്കാരൻ. കയ്യൊറയുണ്ട്, മുഖം മറച്ചിട്ടുണ്ട്, പർദ്ദ ഇട്ടിട്ട് ഒരാഴ്ച മുമ്പ് ഒരു ഉറൂസിൽ പങ്കെടുത്താണ്. എന്തിനു വന്നതാ? എന്തിനായിരിക്കും? പെണ്ണിൻ്റെ വേഷം കെട്ടി ഉറൂസിൻ്റെ വേദിയിൽ വന്നിട്ട് താൻ ഇഷ്ടപ്പെടുന്ന കാമുകിക്ക് ഫോൺ ചെയ്യാം, അതാ ഞാനിവിടെ ഉണ്ട്, ഇവിടെ വാന്ന്. എന്നിട്ട് പെണ്ണെന്തെയും വന്നിട്ട് അവിടെ ഇവൻ്റെ കൂടെ ഇരുന്നിട്ട് കസേരയിൽ വാല് കഴിയുന്നത് വരെ സംസാരിച്ചാൽ ഇപ്പുറത്തുള്ള ഉമ്മാക്കറിയോ ഇത് RSSകാരനാണ്, ഇത് കാമുകനാണെന്ന് ഉമ്മാക്കറിയോ? ഇല്ല. ഉമ്മ എന്താ വിചാരിക്കുക? ഇത് സ്കൂളിൽ പഠിക്കുന്ന ഏതെങ്കിലും ചങ്ങാതി ആയിരിക്കും, അല്ലെങ്കിൽ നാട്ടിലുള്ള ഏതെങ്കിലും ചങ്ങാതി ആയിരിക്കും. 2 മണിക്കൂർ ഇവർ കയ്യും പിടിച്ചിട്ട് ഇവിടെ നടന്നു, അങ്ങാടിയിൽ നടന്നു, പുറത്ത് നടന്നു. ഇനി ഏതെങ്കിലും വീട്ടിലേക്ക് കയറിപ്പോയാലും ഏതെങ്കിലും ആരും കാണാത്ത സ്ഥലത്തെത്തിയാൽ ആരെങ്കിലും സംശയിക്കും, 2 പെണ്ണല്ലേ? ഇതൊക്കെ നടക്കുകയാണ്. ശ്രദ്ധിക്കണം, വല്ലാതെ ശ്രദ്ധിക്കണം. വേദനയൊക്കെ വരുമ്പോൾ മക്കളൊക്കെ തനിച്ചാക്കി വീട്ടിലിട്ട് വരരുത്. വേദന വരുമ്പോൾ ഒരു വലിയൊരു വാദിൻ്റെ സദസ്സിലേക്ക് വരുമ്പോൾ ഒരു പെണ്ണ് പറഞ്ഞത്രേ, ഞാൻ വരുന്നില്ല, എനിക്ക് പഠിക്കാനുണ്ട്. ഉപ്പത് കേട്ടിട്ട് ഉപ്പയും ബാക്കിയുള്ള ആളുകളൊക്കെ വാദിന് വന്നു. പെണ്ണ് ഇത് മുമ്പേ പ്ലാൻ ചെയ്താണ്. ഉപ്പ പോയ സമയത്തേക്ക് ഒരു കാമുകനെ വീട്ടിലേക്ക് വിളിച്ചു വരുത്തി. നിങ്ങൾ പറയില്ലേ മക്കളോട്, ഞാനൊന്ന് മീൻ വാങ്ങി, നീ മാർക്കറ്റിൽ വരുന്നുണ്ടോ, ടൗണിലേക്ക് വരുന്നുണ്ടോ എന്ന് ഉമ്മ ചോദിക്കും. പെണ്ണ് പറയും, ഞാൻ വരുന്നില്ല, എനിക്ക് പണിയുണ്ട്. ഉമ്മ പോകും, എല്ലാവരും പോകും, പെണ്ണൊറ്റയ്ക്ക്. പിന്നെ ആര് വന്നാലും ആര് പോയാലും ആർക്കെങ്കിലും അറിയോ? അതുകൊണ്ട് ഒരു നിരീക്ഷണം എന്നും നല്ലതാണ്. പർദ്ദയിട്ട ആളെന്നെ മകളുടെ കൂടെ നിൽക്കുമ്പോൾ ഒന്ന് നോക്കുക, മുഖം തുറന്നിട്ട് മീശയുണ്ടോ, പർദ്ദ മാത്രമാണോ, ഇത് മീശയുള്ള പെണ്ണാണോ, മീശ ഇല്ലാത്ത പെണ്ണാണോ എന്നൊക്കെ നോക്കുക. അള്ളാഹു നമ്മെ കാക്കുമാറാവട്ടെ.
അടിച്ചു, ശരിക്കും അടിയൊക്കെ കൊണ്ടു. പോലീസുകാരൊക്കെ വന്നു, പ്രശ്നമായി. പത്രത്തിലൊക്കെ ന്യൂസൊക്കെ വന്നിട്ടുണ്ട്. നിങ്ങളെ ഈ പത്രത്തിൽ എത്തിയിട്ടില്ല എന്നുള്ളൂ. അവിടുത്തെ ലേറ്റസ്റ്റ് എന്തൊരു പത്രം ഉണ്ടല്ലോ കാഞ്ഞങ്ങാട്, അത് വായിച്ചാൽ ഞങ്ങൾക്ക് മൊത്തം ന്യൂസൊക്കെ കിട്ടാം. അപ്പം അതുകൊണ്ട് പ്രിയമുള്ള മുഅ്മിനീങ്ങൾ, ഇതൊക്കെ വളരെ വ്യക്തമായി നമ്മൾ ശ്രദ്ധിക്കണം ഈ വിഷയങ്ങളൊക്കെ, ഇല്ലെങ്കിൽ വലിയ അപകടമാണ്. അപ്പോൾ വാല് കഴിഞ്ഞിട്ട് പോയ മക്കളോട് നമ്മൾ ചോദിക്കണം, എന്ത് പഠിച്ചു മോനെ? ഇന്നത്തെ വാലിൽ നിന്ന് നിനക്ക് എന്ത് കിട്ടി? നീ എന്ത് നേടി? വാത് കേട്ട മക്കൾ പറയും ഞാൻ അത് കേട്ടു, ഇത് കേട്ടു. വാതിന് വരാത്ത മക്കൾ എന്ത് പറയാനാ? അപ്പോൾ നീ എന്ത് വാത് കേട്ടിട്ടില്ലേ? അല്ല, ഞാൻ ഉണ്ടായിരുന്നു ഉമ്മ. എവിടെ ഉണ്ടായിരുന്നു? ആരാ നിന്റെ കൂടെ ഉണ്ടായത്? ഇതൊക്കെ ചോദിക്കാനുള്ളൊരു തൻ്റെ ഇടം ഉമ്മയും ഉപ്പമാരും ഉമ്മമാരും കാണിക്കേണ്ടതുണ്ട്. മഹാനായ ഇമാം അഹ്മദ് ഇബ്നു ഹംബൽ റളിയല്ലാഹു അൻഹു പറയുന്നുണ്ട്, അദ്ദേഹത്തിൻ്റെ പിതാവ് നേരത്തെ മരിച്ചുപോയ ആളാണ്. അഹ്മദ് ഇബ്നു ഹംബൽ തങ്ങളുടെ പിതാവ് നേരത്തെ മരിച്ചുപോയ ആളാണ്. ഉമ്മ വളരെ നേരത്തെ ഉണർന്ന് വെള്ളം ചൂടാക്കുമത്രേ. സുബഹി ബാങ്കിൻ്റെ 1 മണിക്കൂറൊക്കെ മുമ്പേ ഉണർന്ന് വെള്ളം ചൂടാക്കും. എന്നിട്ട് മകനെ കുളിപ്പിക്കും. മകന് 10 വയസ്സായിട്ടുള്ളൂ. 10 വയസ്സായ മകനെ ചൂടുവെള്ളത്തിൽ കുളിപ്പിച്ച് ഉമ്മയും മകനും സുബഹി ബാഗ് വിളിക്കുന്നത് വരെ ദുആ ചെയ്ത് നിസ്കരിച്ചു സമയം ചെലവഴിക്കും. എന്നിട്ട് സുബഹി ബാഗ് വിളിച്ചാൽ ഈ ഉമ്മ മകന്റെ കൈയും പിടിച്ച് പള്ളിയിലേക്ക് കൊണ്ടുപോയി മകനെ പള്ളിയിലാക്കും. ഉമ്മ തിരിച്ചു പോകും. എന്നിട്ട് നിസ്കാരം കഴിയുന്ന സമയത്ത് ഉമ്മയുടെ നിസ്കാരം കഴിഞ്ഞ് പള്ളിയിലേക്ക് വന്നിട്ട് ഈ മകനെയും കൂട്ടി തിരിച്ചു പോകും ഉമ്മ. ഇങ്ങനെയാണ് ഉമ്മമാര് മക്കളെ വളർത്തേണ്ടത്. 10 വയസ്സായ മക്കളെ, പ്രായപൂർത്തിയെത്തിയ 40-കാരനെയല്ല, 10 വയസ്സായ മക്കളെ തഹജ്ജുദിന് എണീപ്പിച്ച് കുളിപ്പിച്ച് പള്ളിയിലേക്ക് കയ്യും പിടിച്ച് കൊണ്ടുപോവാൻ ലോകം കണ്ട പ്രഗത്ഭനായ ആലിമായി മാറിയില്ലേ? ഇതൊക്കെയായിരുന്നു ഞാൻ ഇന്ന് ഉദ്ദേശിച്ച വിഷയം. പക്ഷെ എനിക്കത് പൂർത്തിയാവാത്തത് കൊണ്ട് ഞാൻ ഇവിടെ ആ വിഷയം ചർച്ച ചെയ്യാത്തത്. ഏതായാലും പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളോട് പറയാനുള്ളത്, മഹാനായ ഹാത്തിമുൽ അസ്മ തങ്ങളോട് ചോദിക്കുകയാണ്, 30 വർഷക്കാലം പഠിച്ച് എന്താണ് നീ നേടിയത്? ഹാത്തിമുൽ അസ്മ തങ്ങൾ പറഞ്ഞു, 8 കാര്യം ഞാൻ പഠിച്ചു. ഏതൊക്കെയാണത്? അപ്പോഴാണ് ഉസ്താദിനോട് ശിഷ്യൻ പറഞ്ഞു കൊടുക്കാൻ തുടങ്ങിയത്, ഉസ്താദേ, ഞാൻ എവിടെ നിന്ന്, നിങ്ങളുടെ ഭാഗത്ത് നിന്ന് ഞാൻ നേടിയ കാര്യത്തിൽ ഒന്നാമത്തേത്, ഞാൻ ജനങ്ങളെ എല്ലാവരെയും ശ്രദ്ധിക്കുകയുണ്ടായി, എല്ലാ ആളുകളെയും ഞാൻ നിരീക്ഷിക്കുകയുണ്ടായി. അപ്പോൾ എനിക്ക് മനസ്സിലായി, എല്ലാവർക്കും ഒരു സ്നേഹിതനുണ്ട്, ഒരു ചങ്ങാതിയുണ്ട്, അടുത്ത ഫ്രണ്ടുണ്ട്, സുഹൃത്തുക്കളുണ്ട് എന്നെനിക്ക് മനസ്സിലായി. പക്ഷേ എല്ലാ ചങ്ങാതിമാരും മരണം വരെയാണ് കൂടെ ഉണ്ടാവുക, അല്ലെ? മരണം വരെയല്ലേ നമ്മുടെ ചങ്ങാതിമാരൊക്കെ കൂടെ ഉണ്ടാവുക. എത്ര ബെസ്റ്റ് ഫ്രണ്ടാണെന്ന് പറഞ്ഞാലും, ഞാൻ ജീവൻ കൊടുക്കുന്നൊക്കെ പറഞ്ഞാലും, മരിച്ചാൽ പിന്നെ നമ്മുടെ കൂടെ അവരുണ്ടാവൂല. ചില ചങ്ങാതിമാര് നമ്മുടെ ജനാസ ചുമന്നിട്ട് ഖബറിലേക്ക് കടന്നു വരും. ഖബർ വരെ ഒരുപടി മണ്ണ് വാരി നമ്മളിലേക്ക് എറിയും. മിൻഹാ ഖലഖ്നാകും, ഇതിൽ നിന്നാണ് ഞാൻ നിന്നെ സൃഷ്ടിച്ചത്. വഫീഹാ നുഈദുകും, ഇതിലേക്കാണ് ഞാൻ നിങ്ങളെ മടക്കുന്നത്. വമിൻഹാ നുഖ്രിജുകും താറതൻ ഉഖ്റാ, ഇനി ഞാൻ നിങ്ങളെ വീണ്ടും കൊണ്ടുപോകുന്നത് ഇതേ മണ്ണിൽ നിന്നാണ്. ഇത് പറഞ്ഞ് ഒരുപടി മണ്ണ് വാരി ഏത് വലിയ ചങ്ങാതിയാണെങ്കിലും തിരിച്ചു പോവാൻ, ഭാര്യ ഇല്ല, മക്കൾ, മാതാപിതാക്കൾ, കുടുംബക്കാർ, നാട്ടുകാർ, അവരെല്ലാവരും ഖബർ വരെ കടന്നു വന്ന് നേരെ തിരിച്ചു പോവുകയാണ്. ഈ ചങ്ങാതിമാരുണ്ടായിട്ട് എനിക്കെന്തുപകാരം? ഈ ചങ്ങാതിമാരുണ്ടായിട്ട് എനിക്കെന്തുപകാരം? എ ഫ്രണ്ട് ഇൻ നീഡ് ഈസ് എ ഫ്രണ്ട് ഇൻഡീഡ്. നമ്മൾ പറയില്ലേ, നമ്മളെ ഉപകരിക്കുന്ന ചങ്ങാതിയാണ്, ആവശ്യത്തിന് കിട്ടുന്ന ചങ്ങാതിയാണ് യഥാർത്ഥ ചങ്ങാതി. വലിയ ചങ്ങാതിയൊക്കെ ആകും, ഫുഡൊക്കെ അടിക്കാൻ കൂടെ ഉണ്ടാകും. ഒന്ന് ഫോൺ വിളിച്ചിട്ട് ഒരു 1,00,000 രൂപ തരുമോ, 1,00,000 രൂപ തരുമെന്ന് വെച്ചാൽ പിന്നെ എന്താ എനിക്ക് കേട്ടിട്ടില്ല, റേഞ്ച് ഇല്ല എന്ന് പറഞ്ഞ് ഫോൺ കട്ട് ചെയ്യും. അങ്ങനെയല്ല കുറച്ച് ചങ്ങായിമാർ, പൈസ ഇങ്ങോട്ട് ചോദിക്കുമ്പോൾ റേഞ്ച് ഉണ്ടാവില്ല. അങ്ങനെ കുറച്ച് ചങ്ങായിമാരുണ്ട്. അപ്പം നമ്മൾക്ക് ഉപകാരത്തിന് കിട്ടാത്ത ചങ്ങാതിമാരെ കൊണ്ട് എന്ത് നേട്ടം? ചങ്ങാതിമാരാണെങ്കിൽ നമുക്ക് ഉപകാരം വേണ്ടേ? ദുനിയാവിൽ അവരെ കൊണ്ട് ഉപകാരം കിട്ടിയിട്ട് കാര്യമില്ല. എനിക്ക് ഉപകാരം വേണ്ടത് ആഖിറത്തിലാണ്. ഞാൻ ആലോചിച്ചു, എൻ്റെ കബറിടം വരെ വന്ന് തിരിച്ചു പോകുന്ന ചങ്ങാതിമാരുണ്ടായിട്ട് എനിക്കൊരു ഉപകാരമില്ല. അന്നു മുതൽ ഞാനൊരു തീരുമാനമെടുത്തോ, എനിക്ക് ചങ്ങാതി വേണ്ടത് ആരാരുമില്ലാതെ ഒറ്റയ്ക്ക് കിടക്കുന്ന എൻ്റെ കബറിടത്തിലേക്ക് വരുന്ന ചങ്ങാതിമാർ. എൻ്റെ കബറിടത്തിലേക്ക് ചങ്ങാതി വരണം. ആ ചങ്ങാതി ഉണ്ടെങ്കിൽ എനിക്ക് ഉപകാരമുള്ളൂ. ആ ചങ്ങാതി ആരാണ്? ഞാൻ ആലോചിക്കാൻ തുടങ്ങി. എൻ്റെ കബറിടത്തിൽ എൻ്റെ കൂടെ കിടക്കുന്ന ചങ്ങാതി ആര്? ഞാൻ ആലോചിക്കാൻ തുടങ്ങി. ഒറ്റയ്ക്ക് എനിക്ക് കിടക്കാൻ കഴിയില്ല. അപ്പോഴാണ് എനിക്ക് മനസ്സിലായത്, സൽപ്രവർത്തനങ്ങളാണ് എൻ്റെ കൂടെ ഖബറിലേക്ക് വരുന്ന ചങ്ങാതിമാർ. വേറൊരാളും വരൂല. സൽപ്രവർത്തനങ്ങൾക്കല്ലാതെ വേറെ ഒരാൾക്കും എൻ്റെ ഖബറിടത്തിലേക്ക് കടന്നു വരാൻ കഴിയൂല എന്നെനിക്ക് മനസ്സിലായി.
അപ്പൊ ഞാൻ എന്റെ കബറിടത്തിലേക്ക് വരുന്ന ചങ്ങാതിമാരെ ഞാൻ എന്റെ ഫ്രണ്ടാക്കി, എന്റെ ചങ്ങാതിയാക്കി, എന്റെ സ്നേഹിതനാക്കി. ആരൊക്കെയാണ് കബറിടത്തിലേക്ക് കടന്നു വരുന്ന ചങ്ങാതി? ആരൊക്കെയാണ്? മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയാണ്, 4 കാര്യങ്ങൾ ചെയ്താൽ നിങ്ങൾക്ക് ഖബറിന്റെ അദാബിൽ നിന്ന് രക്ഷപ്പെടാം. 4 കാര്യങ്ങൾ ചെയ്താൽ ഖബറിന്റെ അദാബിൽ നിന്ന് രക്ഷപ്പെടാം. 4 കാര്യങ്ങൾ ചെയ്താൽ നിങ്ങളുടെ ഖബറിടം വിശാലമാകും, നിങ്ങളുടെ ഖബറിടം പ്രകാശിപ്പിക്കപ്പെടും. നിങ്ങളുടെ ഖബറിടത്തിന് വീടിനേക്കാളും വിശാലത, വീടിനേക്കാളും ഭംഗി, വീടിനേക്കാളും വെളിച്ചം, വീടിനേക്കാളും സൗകര്യം നിങ്ങളുടെ ഖബറിടമായി മാറും. വീടിനേക്കാളും സുഖമുണ്ടെങ്കിൽ വീടിനേക്കാളും നല്ലത് ഖബറല്ലയോ? അല്ലേ? നമ്മുടെ വീടിനേക്കാളും സുഖം ഖബറിലുണ്ടെങ്കിൽ വീടാ നല്ലത് ഖബറാണോ? ഏതാ നല്ലത്? ഖബറല്ലേ? അപ്പൊ ഖബറല്ലേ നല്ലത്? അങ്ങനെ പറഞ്ഞത്. അല്ലാഹുമ്മ അബ്ദിൽഹു ദാരൻ ഖൈറൻ മിൻ ദാരിഹി. അല്ലാഹുവേ, ഇയാളുടെ വീടിനേക്കാളും നല്ല ഒരു വീട് നീ നൽകണേ അല്ലാ. ഖബറിനെ പറഞ്ഞത്. അല്ലാഹുവേ, ഇയാളുടെ ഖബറിനെ ഇയാളുടെ വീടിനേക്കാളും നല്ല വീടാക്കി മാറ്റണേ അല്ലാ എന്ന് മയ്യിത്ത് നിസ്കാരത്തിൽ നമ്മൾ ദുആ ചെയ്യാറുണ്ട്. അപ്പോൾ 10,000 സ്ക്വയർ ഫീറ്റിന്റെ വീടെടുത്ത 2 കോടി 3-4 കോടിയൊക്കെ ചെലവഴിച്ച വീടാണ്. അവൻ നല്ല മുത്തഖിയാണെങ്കിൽ അവൻ്റെ 10,000 സ്ക്വയർ ഫീറ്റിനേക്കാളും വലുപ്പം അവൻ്റെ ഖബറുണ്ടാവും. അവൻ്റെ ഇവിടെയൊക്കെ ഒരു നമ്മൾ ആർക്കിടെക്ചറൊക്കെ കൊണ്ടുവന്നു, എഞ്ചിനീയർമാരൊക്കെ കൊണ്ടുവന്നു, മനോഹരമാക്കുന്നതിനൊരു ലിമിറ്റില്ലേ? പൈസ എത്ര ഉണ്ടെങ്കിലും ഇത് ചെയ്യുന്നതിനൊരു ലിമിറ്റില്ലേ? ചെയ്യാൻ പറ്റുന്ന ആളുകൾക്കൊരു കഴിവിൻ്റെ ഒരു ലിമിറ്റില്ലേ? പക്ഷെ ഖബർ അങ്ങനെയല്ല. ഖബർ ഇവിടെ ചെയ്ത ഇന്റീരിയറിനേക്കാളും ഫർണിച്ചറുകളെക്കാളും ഇവിടെ എന്തൊക്കെ ചെയ്തിട്ടുണ്ട് അതിനേക്കാളൊക്കെ മനോഹരമാണ് അവിടെ നമ്മൾ വിചാരിച്ചത് അവിടെ ഉണ്ടാവുക. അപ്പോൾ എത്ര വലിയ കോടീശ്വരനാണ്, അത്രയും മനോഹരമായ വീട് കെട്ടിയിട്ട് അയാൾ മുത്തഖിയാണെങ്കിൽ ആ വീടിനേക്കാളും നല്ല വീട് ഖബറിലുണ്ടാകും. ഈ അടുത്തൊരു വലിയൊരു മുതലാളി ഒരു 15 കോടിയുടെ ഒരു വീടിൻ്റെ പ്ലാൻ കാണിച്ചു. 15 മാസം കൊണ്ട് ആ വീട് നിർമ്മിച്ചു കൊടുക്കണം എന്നതാണ് എഞ്ചിനീയറിന് കൊടുത്ത നിർദ്ദേശം. ഒരു ദിവസം വൈകിയ എഞ്ചിനീയറിന് ഫൈനാണ്. 15 മാസം എന്ന് പറഞ്ഞാൽ 1.5 വർഷം കൊണ്ട് ആ വീട് നിർമ്മിച്ച് കൊടുക്കണം. ഇപ്പോൾ തുടങ്ങിയിട്ടില്ല വീട്, ഇപ്പോൾ എടുത്തിട്ടാണ് കുറ്റിയിട്ടത്. വലിയൊരു മുതലാളിയാണ്, ഗൾഫിലൊക്കെ ഉള്ള പ്രവാസി ലോകത്തുള്ള. നമ്മളെ ഇവരുണ്ട്, നിങ്ങളെ ലത്തീഫ് സാഹിബ് ആരാണ്? നിങ്ങളാ മസ്കറ്റിൽ ടീ ടൈം ഒക്കെ അറിയില്ലേ? അതിൻ്റെ മുതലാളി ബഷീർ ഖാൻ എന്ന് പറയും, ഇപ്പോൾ ഖത്തറിലാണ്, അറിയില്ലേ? അപ്പോൾ അങ്ങനെ ഒരു വീട് മാഷാ അല്ലാ നല്ലൊരു നന്നായി ദീനിയായ കാര്യങ്ങൾക്കൊക്കെ സഹായിക്കുന്ന ആളാണ് അദ്ദേഹം. അപ്പം അദ്ദേഹം 15 മാസം കൊണ്ട് വീട് നിർമ്മിക്കണമെന്ന് പറഞ്ഞ് നല്ലൊരു പ്ലാനൊക്കെയാണ്. അദ്ദേഹം ഇങ്ങനെയൊക്കെ സഹായിച്ച് ഇതിൻ്റെ തഖ്വയോടെ ജീവിച്ചാൽ ആ വീടിനേക്കാളും നല്ല വീട് ഖബറായിരിക്കും. അപ്പോൾ നമ്മുടെ വീടിനേക്കാളും നല്ല ഖബറാണെങ്കിൽ വീടിനേക്കാളും സുഖം അവിടെയല്ലേ? അല്ലാഹുമ്മ അബ്ദിൽഹു ദാരൻ ഖൈറൻ മിൻ ദാരിഹി വഅഹ്ലൻ ഖൈറൻ മിൻ അഹ്ലിഹി. അല്ലാഹുവേ, കുടുംബത്തെക്കാളും നല്ല കുടുംബം നീ ഖബറിൽ കൊടുക്കണേ അല്ലാ. ഇതിന്റെ അർത്ഥം എന്താ? നമ്മുടെ കുടുംബത്തെക്കാളും നല്ല കുടുംബം ഖബറിൽ കിട്ടുമെന്നാണ്. അപ്പോൾ നമ്മുടെ കുടുംബത്തെക്കാളും നല്ല കുടുംബം ഖബറിലുണ്ടെങ്കിൽ പേടിക്കാനുണ്ടോ? ഒരു പേടിയില്ല. കാരണം ഇവിടത്തെക്കാളും രസം അവിടെയാണ്. തമാശകൾ പറയാ, ചങ്ങാതിമാര് ഫാമിലി ഫ്രണ്ട്സ് എല്ലാം അവിടെ ഉണ്ട്. ഇവിടെക്കാളും സുഖം അവിടെയാണ്. പിന്നെ പറയുന്നത് അല്ലാഹുവേ, ഭാര്യയെക്കാളും നല്ല ഭാര്യ അവിടെ കൊടുക്കണേ അല്ലാ. ഭാര്യയെക്കാളും നല്ല ഭാര്യ ഖബറിൽ കിട്ടിയാൽ സന്തോഷം തന്നെയല്ലേ? നാട്ടിൽ കിട്ടിയാലും സന്തോഷമാണ്, പിന്നെ ഖബറിൽ പറയണ്ടല്ലോ അല്ലേ? ഭാര്യയെക്കാളും നല്ല ഭാര്യ ഖബറിൽ കിട്ടി, അൽഹംദുലില്ലാ, വലിയ സന്തോഷമാണ്. നീതിവിളെ കൊണ്ട് തോറ്റുപോയി പഠിച്ചോനെ, എന്തൊരു എന്തെങ്കിലും ഒന്ന് പറഞ്ഞ അപ്പോഴേക്കും പരാതിയായിട്ട് വരും. ഇതേപോലെ ചിരിക്കണ്ട, ഭർത്താവിനെക്കാളും നല്ലൊരു ഭർത്താവും ഖബറിൽ കിട്ടുമെന്ന് പറഞ്ഞാൽ അവൾക്ക് ഖബറല്ലേ സുഖം. ചായക്ക് പഞ്ചസാര കുറഞ്ഞതിന്റെ പേരിൽ അവൾ ചീത്ത പറഞ്ഞത്. ഇസ്തിരി ഇട്ടപ്പോ അയൺ ചെയ്തപ്പോ ചുളിവ് നിവരാത്തതിന്റെ പേരിൽ ദേഷ്യപ്പെടുന്ന ഭർത്താക്കന്മാരില്ലേ? ഇവൾക്ക് ഇസ്തിരിട്ട് കൊടുക്കാൻ വല്ല കടമയും ബാധ്യതയുണ്ടോ? ഭർത്താവിന്റെ കുപ്പായം തേച്ചു കൊടുക്കാനൊന്നും ഇവളെ പണിയല്ല, ഭാര്യയുടെ ഡ്യൂട്ടിയല്ല. ഇവള് സ്നേഹം കൊണ്ട് ചെയ്തു കൊടുത്തതിൽ എന്തെങ്കിലും ഒരു കുറവ് വന്നാൽ അതിനെ പിടിച്ചിട്ട് ചീത്ത പറയുന്ന ആളുകളില്ലേ? അലക്കുമ്പോ കറ പോവാകാത്തതിന്റെ പേരിൽ ഇല്ലേ ചീത്ത പറയാറില്ലേ? അവൾക്ക് അതിന്റെ ആവശ്യമില്ല. ചോദിച്ചാൽ ക്യാഷ് കൊടുക്കേണ്ടവരാണ് ഭർത്താക്കന്മാർ. എന്ത് പേരിലാണ് നമ്മൾ ചീത്ത പറയാ? അപ്പൊ ഈ ചൊറ പിടിച്ചൊരു ഭർത്താവിനേക്കാൾ നല്ലൊരു ഭർത്താവ് ഖബറിൽ കൊടുക്കണേ അല്ലാ. അപ്പൊ ഖബറിൽ നമ്മുടെ ഭർത്താവിനേക്കാൾ നല്ല ഭർത്താവ് കിട്ടിയ ഖബറല്ലേ സുഖം? ഇയാളെ ചീത്ത കേൾക്കണോ? ഇയാളെ അങ്ങനെ കുരുട്ടു പിടിച്ച മുഖം കാണണോ? അല്ലേ? എന്തോ ഇങ്ങനെ തലയിൽ വെച്ച പോലെ ഭാരം പിടിച്ച മുഖം കാണണോ? വേണ്ട. അപ്പൊ അതാണ് സുഖം. അയൽവാസിയെക്കാളും നല്ല അയൽവാസിയെ നീ ഖബറിൽ കൊടുക്കണേ അല്ലാ.
അപ്പൊ ഖബർ എങ്ങനെയായി? നല്ല അയൽവാസികൾ. ആ അയൽവാസികൾ ജീവിതത്തിൽ നമ്മൾ ദ്രോഹിക്കൂല. നല്ല കുടുംബക്കാർ, അവരൊരിക്കലും കുറ്റപ്പെടുത്തൂല. നല്ല ഭാര്യ, നല്ല ഭർത്താവ്, നല്ല വീട്. ഇങ്ങനെയായാ പിന്നെ നമ്മൾ എന്തിനാ ഖബറിനെ പേടിക്കുന്നത്? അല്ലാഹു ഇത്തരം ഒരു ഖബറാക്കി നമ്മുടെ ഖബറിടത്തെ മാറ്റിത്തരട്ടെ. അപ്പൊ ആമീൻ പറഞ്ഞാൽ പോരാ, ഇങ്ങനെ ഒരു ഖബറിടമാകാൻ 4 കാര്യങ്ങൾ ചെയ്യണമെന്ന് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഏതാണ് ആ 4 കാര്യം? 1, ഖിറാഅത്തുൽ ഖുർആൻ, പരിശുദ്ധമായ ഖുർആൻ പാരായണം ചെയ്യണം. ഒരു ദിവസം 1 ജുസ് ഖുർആൻ ഓതുന്ന ആളുകൾ പൊക്കെ സദസ്സെന്ന് ഡെയിലി 1 ജുസ് ഓതുന്ന ആള് ഒരാളുള്ളൂ. 2 ജുസ് ഓതുന്ന ആളുണ്ടാ? 2 ജുസ് ഓതുന്ന ആളുണ്ടാ? ഇല്ല. അതിപ്പോൾ ഞാനേ ഉണ്ടാവും തോന്നുന്നുണ്ടല്ലേ? ആരുമില്ല. 2 ജുസ് ഓതുന്ന മാഷാ അല്ലാഹ് ഒരാളുണ്ട്. അൽഹംദുലില്ലാ. ഒരു ദിവസം 2 ജുസ് ഓതിയാൽ എത്രയായി? ഒരു മാസത്തിൽ 2 ഖത്തായില്ലേ? ഏത് സമയത്താണ് ഓതേണ്ടത്? നമുക്കെല്ലാവർക്കും തിരക്കാണ്. തിരക്കില്ലാത്തൊരു സമയത്ത് നമ്മൾക്ക് 2 ജുസ് ഓതി തീർക്കാൻ പറ്റും. അതേത് സമയം എന്ന് അറിയോ? സുബഹി നിസ്കാരം കഴിഞ്ഞ് സൂര്യൻ ഉദിക്കുന്നത് വരെ ഒരു സമയമുണ്ട്, ഉറങ്ങാൻ പാടില്ലാത്ത സമയം. സുബഹി ബാങ്ക് 5:30 സുബഹി ബാങ്ക് കൊടുത്താൽ 5:45 നിസ്കരിച്ച് കഴിയും. വീട്ടിലാണെങ്കിൽ, പള്ളിയിലാണെങ്കിൽ ഒരു 10-15 മിനിറ്റ് കഴിഞ്ഞ് ഒരു 6 മണിയാകുമ്പോഴേക്കും നിസ്കരിച്ച് കഴിയും. സുബഹി നിസ്കാരത്തിൻ്റെ ജമാഅത്ത് കഴിയും. പിന്നെ 1 മണിക്കൂർ 7 മണി വരെ സൂര്യൻ